ആരെങ്കിലും ഒരാൾ എബ്രാഹിം 9 വീണ്ടും ഒരിക്കൽ കൂടെ വായിച്ചാട്ട് 24 മുതൽ 28 വരെ വാക്യങ്ങൾ ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചാട്ട്. സ്തോത്രം. എബ്രാഹിം 9 24 മുതലുള്ള വാക്യങ്ങൾ. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലേക്കത്രേ പ്രവേശിച്ചത്. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തങ്ങളോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ കൂടെ അർപ്പിക്കാൻ ആവശ്യമില്ല. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ഞാൻ വിചാരിക്കുന്നത് നിമി സിസ്റ്റർ കണ്ടില്ലല്ലോ അത്. ആദ്യം കേറിയ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ? സന്തോഷമായിരിക്കുന്നല്ലോ? സന്തോഷമായിട്ടിരിക്കുന്നു. ശരി, പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് പതുക്കെ തുടങ്ങാം. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ 11 വിധ പ്രത്യക്ഷതകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഓർക്കുന്നുണ്ടല്ലോ? 11 പ്രത്യക്ഷതകളെ കുറിച്ച് ഞാൻ പറയുവാനിടയായി. അതിനെക്കുറിച്ച് അല്പമായ വിശദീകരണങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ വാസ്തവത്തിലുമായിട്ട് എസ്കറ്റോളജിയിലേക്ക് പതുക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫാസ്റ്റർ ജോസഫ് ചാക്കോ, ഓക്കെ, പതുക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട, നേരത്തെ ഒന്ന് വായിച്ചതാണ്. ആ വാക്യത്തിൽ വീണ്ടും ഒന്നുകൂടെ വായിപ്പിച്ചു. ഇവിടെ യേശു കർത്താവിൻ്റെ 3 പ്രത്യക്ഷതകൾ, 3 കാലഘട്ടങ്ങളിലുള്ളായ യേശുവിൻ്റെ പ്രത്യക്ഷതകളെ കുറിച്ചാണ് വായിക്കുവാനായിട്ട് കഴിയുന്നത്. ഒന്ന്, ദ പാസ്റ്റ് അപ്പിയറൻസ്. 2, ദ പ്രസന്റ് അപ്പിയറൻസ്. 3, ദ ഫ്യൂച്ചർ അപ്പിയറൻസ്. 1, ഭൂതകാല പ്രത്യക്ഷത. 2, വർത്തമാനകാല പ്രത്യക്ഷത. 3-ാമതാണ് ഭാവികാല പ്രത്യക്ഷത. നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കുവാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ, എസ്കറ്റോളജി എന്ന് പറയുന്നത് ജനറൽ എസ്കറ്റോളജിയും ഉണ്ട്, പേഴ്സണൽ എസ്കറ്റോളജിയും ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ജനറൽ എസ്കറ്റോളജിയാണ്. യേശുക്രിസ്തുവിൻ്റെ ഭാവികാല പ്രത്യക്ഷതയെ കുറിച്ചാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുവാനായിട്ട് പോകുന്നത്. എന്നാൽ ഈ പ്രത്യക്ഷതകൾ 3-നെ കുറിച്ചും അല്പാൽപ്പം നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് എസ്കറ്റോളജി മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് എൻ്റെ ദൗത്യമാണ് ഈ 3 പ്രത്യക്ഷതകളെ കുറിച്ചും അല്പാൽപ്പം നിങ്ങളെ വിശദീകരിച്ച് പറയുക എന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ സമയത്തിൻ്റെ ലഭ്യതയനുസരിച്ച് 2 പ്രത്യക്ഷതകൾ, പാസ്റ്റ് അപ്പിയറൻസ് ആൻഡ് പ്രസന്റ് അപ്പിയറൻസ്, ഇത് രണ്ടും ഞാൻ വിശദീകരിക്കാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. പാസ്റ്റ് അപ്പിയറൻസ് ആൻഡ് പ്രസന്റ് അപ്പിയറൻസ്. സമയമുണ്ടെങ്കിൽ 3-ലേക്കൂടെ നമുക്ക് സ്റ്റെപ്പ് ഔട്ടാനായിട്ട് കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. ഓക്കെ, ആരംഭത്തിൽ നമുക്ക് പാസ്റ്റ് അപ്പിയറൻസിലേക്ക് പോകാം. എന്തിനാണ് യേശു ആരംഭത്തിൽ ലോകത്തിലേക്ക് വന്നത്? എന്തിനാണ് ഭൂതകാല പ്രത്യക്ഷത? ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഒരിക്കൽ പ്രത്യക്ഷനായി എന്ന് വായിക്കുന്നു. ഒരിക്കൽ പ്രത്യക്ഷനായി, വൺസ് ഹി അപ്പിയേർഡ്. എന്തിനാണ് യേശു ഒരിക്കൽ പ്രത്യക്ഷനായത്? ദി അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്, ആകെത്തുക എന്ന് പറയുന്നത്, ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവരുടെ അനുസരണക്കേട് മൂലം അവരിലേക്ക് പാപം പ്രവേശിക്കുവാനിടയായി. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണത്. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, അതായത് ആദിമ മനുഷ്യൻ ആദാം ഹവ്വമാണ്. അവരുടെ അനുസരണക്കേട് നിമിത്തം എന്താ സംഭവിച്ചു? അവരിലേക്ക് പാപം പ്രവേശിച്ചു. അതുമൂലം, പാപം മൂലം അവര് ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനിടയായി തീർന്നു. ദൈവത്തിൽ നിന്ന് അകന്നു പോയ നരകുലത്തെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് ആദ്യമായിട്ട് വന്നത്. പാപം മൂലം
ദൈവത്തിൽ നകർന്നുപോയ മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. ഇൻ വൺ വേർഡ്, എന്താണ് യേശുവിൻ്റെ ഭൂതകാല പ്രത്യക്ഷ ഉദ്ദേശം എന്ന് പറയുന്നത്? പാപം മൂലം ദൈവത്തിൽ നകർന്നുപോയ നരകുലത്തെ രക്ഷിക്കുക എന്ന ഉദ്ദേശമാണ്. നമുക്കറിയാം, ആദാം ഹവ്വ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവം ഒരു വാഗ്ദാനം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 3:15 അവിടെ ഇങ്ങനെ വായിക്കുവാൻ കഴിയുന്നുണ്ട്: സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ഒന്ന് വായിച്ചേര് 3:15 വാക്യം. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ അവന്റെ നിന്റെ തല തകർക്കും. സ്ത്രീയുടെ സന്തതി അവന്റെ തലയെ തകർക്കും എന്ന് വായിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. ആകയാൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കുവാതെ കൊണ്ട് കഴിയുന്നു, കാലത്തിന്റെ സമ്പൂർണതയെങ്കിൽ, ഗലാത്യർ 4:4 വാക്യം, കാലത്തിന്റെ സമ്പൂർണതയെങ്കിൽ യേശു തമ്പുരാൻ ഈ ലോകത്തിലേക്ക് ആഗതനായി അഥവാ പ്രത്യക്ഷനായി എന്ന് വായിപ്പാൻ കൊണ്ട് സാധിക്കുന്നുണ്ട്. കാലത്തിന്റെ സമ്പൂർണത, ഇത് ഫുൾനെസ് ഓഫ് ടൈം എന്നാണ് ഇരിക്കുന്നത്. പൂർണ്ണമായി ലോകം ഒഴിയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇത് ഫുൾനെസ് ഓഫ് ടൈം, കാലത്തിന്റെ സമ്പൂർണതയെങ്കിൽ യേശു ഈ ലോകത്തിലേക്ക് പ്രത്യക്ഷനായി. നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്, യേശു കർത്താവ് ബേഥലേഹം പുൽക്കോട്ടിൽ ജനിച്ചത് മുതൽ ഹൗ മെനി ഇയേഴ്സ്, എത്ര വർഷം ഈ ലോകത്തിൽ ജീവിച്ചു? 33.5 തിരുവയസ്സ് വരെ ഈ ലോകത്തിൽ ജീവിച്ചു. യേശുവിന്റെ പ്രത്യക്ഷതയെ പലരും തെറ്റായി വ്യാഖ്യാനിക്കുകയും തെറ്റായി ചിന്തിക്കുകയും ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതൊന്നും നമ്മൾ വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ല. എന്നാൽ ഈ ഭൂതകാല പ്രത്യക്ഷതയിൽ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഭൂതകാല പ്രത്യക്ഷതയിൽ എത്ര കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്? 5 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. എന്തൊക്കെയാണ്? 1, ബർത്ത് ഓഫ് ജീസസ്, യേശുവിൻ്റെ ജനനം. 2, മിനിസ്ട്രി ഓഫ് ജീസസ്, യേശുവിൻ്റെ ശുശ്രൂഷ. 3, ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ മരണം. 4, ദ റിസറക്ഷൻ ഓഫ് ജീസസ്, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. 5, അസെൻഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, സ്വർഗാരോഹണം. കിട്ടിയോ? അഞ്ചെണ്ണു ഒന്നുകൂടെ ഞാൻ പറയാം. എന്തൊക്കെയാണ്? 1, യേശുവിൻ്റെ ജനനം. 2, യേശുവിൻ്റെ ശുശ്രൂഷ. 3, യേശുവിൻ്റെ മരണം. 4, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. 5, യേശുവിൻ്റെ സ്വർഗാരോഹണം. ഈ 5 കാര്യങ്ങൾ ഉൾക്കൊണ്ടതാണ് യേശുവിൻ്റെ ഒന്നാമത്തെ പ്രത്യക്ഷത, ഭൂതകാല പ്രത്യക്ഷത എന്ന് പറയുന്നത്. ഈ 5 കാര്യങ്ങളിൽ നിന്നും ഏതെങ്കിലും നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് യേശുവിൻ്റെ പ്രത്യക്ഷത പൂർണ്ണമാകുന്നില്ല. യേശുവിൻ്റെ ജനനത്തെ ചോദ്യം ചെയ്താൽ, അതിനെ അംഗീകരിക്കാതിരുന്നാൽ നമുക്ക് യേശുവിൻ്റെ പ്രത്യക്ഷത ഉൾക്കൊള്ളുവാൻ കഴിയത്തില്ല. അതുപോലെ ശുശ്രൂഷ, പലരും യേശുവിൻ്റെ ശുശ്രൂഷയെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനെ പൂർണ്ണമായിട്ട് എന്നോടാണോ? കേട്ടില്ല സിസ്റ്ററെ, എന്നോടാണോ? അല്ലല്ല, ഞാൻ വിചാരിച്ച എന്നോട് ഏതാണ്ടത് പറയുകയാണ്. ഓക്കെ, യേശുവിൻ്റെ ശുശ്രൂഷയെ എല്ലാവരും പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നില്ല. യേശുവിൻ്റെ മാനുഷികമായ നിലയെയും ദൈവികമായ കാര്യങ്ങളെയും പലരും ഉൾക്കൊള്ളാതെ പല രീതിയിൽ പറയുന്നു. തിയോളജി ഒന്നും പറയാൻ ഞാൻ സമയം എടുക്കുന്നില്ല. എങ്കിലും ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ഇന്ന് ലോകത്തിൽ യേശുവിൻ്റെ ശുശ്രൂഷയോടെ ബന്ധത്തിൽ 2 വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട്. 1, ജീസസ് ഓഫ് ഹിസ്റ്ററി, യേശു ഒരു ചരിത്ര പുരുഷനാണെന്നുള്ള രീതിയിൽ ജീസസ് ഓഫ് ഹിസ്റ്ററി. 2, ക്രൈസ്റ്റ് ഓഫ് ഫെയ്ത്ത്. അപ്പൊ 2 വിധത്തിലുള്ള ആൾക്കാരുണ്ട്. മഹാത്മാഗാന്ധി പോലെയുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ യേശുവിനെ ക്രൈസ്റ്റ് ഓഫ് ഫെയ്ത്ത് ആയിട്ട് അംഗീകരിക്കുന്നില്ല. ഒരു ദൈവപുരുഷനായിട്ട് യേശുവിനെ അംഗീകരിക്കുന്നില്ല. ഒരു ചരിത്ര പുരുഷൻ, അദ്ദേഹം സമൂഹത്തിലേക്ക് വന്നു, മനുഷ്യന് വേണ്ട എല്ലാ നന്മകളും ചെയ്തു. അദ്ദേഹം ഒരു മാതൃകയായി, ഹി വാസ് ആൻ എക്സാമ്പിൾ, ഹി വാസ് എ മോഡൽ എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ഒരു മോഡലായിരുന്നു. അനുസരണക്കേട് കാണിച്ച മനുഷ്യന് യേശു എങ്ങനെ ദൈവത്തെ അനുസരിക്കണമെന്ന് കാണിച്ചു കൊടുത്തു. വിശ്വാസമില്ലാത്ത മനുഷ്യന് ദൈവത്തിൽ എങ്ങനെ വിശ്വസിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്തു.
അങ്ങനെ യേശു ഒരു മാതൃകാ പുരുഷനായിരുന്നു. ഹി വാസ് എ ടീച്ചർ, ഹി വാസ് എ ഗുഡ് ടീച്ചർ എന്നുള്ളതായിരുന്നു മഹാത്മാഗാന്ധി പോലുള്ളവരെ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ടാണ് സെർമൺ ഓൺ ദ മൗണ്ട്, നമുക്കറിയാം, പർവ്വത പ്രസംഗം അല്ലേ, സെർമൺ ഓൺ ദ മൗണ്ട്. അതിനകത്തിലൂടെ മഹാത്മാഗാന്ധി പറയുന്നത് സെർമൺ ഓൺ ദ മൗണ്ട് ഈസ് ദി ബൈബിൾ വിതിൻ ദ ബൈബിൾ. ബൈബിളിനകത്തിലെ ബൈബിളാണെന്ന് സെർമൺ ഓൺ ദി മൗണ്ട് എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പം ക്രൈസ്റ്റ് ഓഫ് ഫെയ്ത്ത് അംഗീകരിക്കുന്നില്ല, പിന്നെന്താ അംഗീകരിക്കുന്നത്? ജീസസ് ഓഫ് ഹിസ്റ്ററിയാണ് അംഗീകരിക്കുന്നത്. അപ്പോൾ ശുശ്രൂഷയിൽ നമ്മൾ മനസ്സിലാക്കണം, യേശുവിനെ നമ്മൾ പഠിപ്പിക്കുന്നുവെങ്കിൽ, യേശുവിന്റെ ശുശ്രൂഷ നമ്മൾ അംഗീകരിക്കണമെങ്കിൽ രണ്ടു വശവും ഈക്വലൈസ് ചെയ്യണം. ക്രൈസ്റ്റ് ഓഫ് ഫെയ്ത്തും അംഗീകരിക്കണം, ജീസസ് ഓഫ് ഹിസ്റ്ററിയും അംഗീകരിക്കണം. രണ്ടുകൂടെ ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്, സൈമൾട്ടേനിയസ്ലി ആയിട്ട് രണ്ടും ഒന്നിച്ചു പോയെങ്കിൽ മാത്രമേ ഒക്കത്തുള്ളൂ. ഒന്നൽപ്പം താന്നിരിക്കുകയോ ഒന്നൽപ്പം പൊക്കിയിരിക്കുകയോ ചെയ്യാൻ പറ്റത്തില്ല. രണ്ടുകൂടെ ഒരുപോലെ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ ഒക്കത്തുള്ളൂ, ഈക്വലൈസ് ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉൾക്കൊള്ളുന്നുണ്ടോ? ഹലോ പാസ്റ്റർ ജോൺ ബി പി, ഓക്കെ ആണല്ലോ? ഞാൻ സ്പീഡാണ് തോന്നില്ലയോ? കുഴപ്പമില്ല. എന്താ പറയുക ജോൺസൺ പാസ്റ്റേ, സ്പീഡാണോ? കുഴപ്പമില്ല സാറേ, കുഴപ്പമില്ല, പൊക്കോട്ടെ. പോട്ടെ ആ ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞത് ശുശ്രൂഷ ഈക്വലൈസ് ചെയ്യണം, രണ്ടും കൂടെ ഒരുപോലെ സൈമൾട്ടേനിയസ്ലായിട്ട് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് പോകണം, ഇല്ല എന്നെ ഒക്കത്തില്ല. അതുപോലെ മറ്റൊരു കാര്യമാണ് യേശുവിന്റെ മരണം. അയ്യോ എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ ഞാൻ യേശുവിന്റെ മരണത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാമായിരുന്നു. നിങ്ങളോടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കാണോ പറഞ്ഞു തന്നെന്ന് എനിക്കറിയത്തില്ല. പഞ്ചമുറിവേറ്റ നാഥനെ കേട്ടിട്ടുണ്ടല്ലോ? യേശു പഞ്ചമുറിവേറ്റു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കിയേക്കുന്നത്? ഉറക്കെ പറ സിസ്റ്ററെ, മ്യൂട്ട് ചെയ്ത്. അഞ്ചു മുറിവുകൾ ഇല്ലയോ? മിടുക്കിമാര്. യേശുവിന് 5 മുറിവ് ഉണ്ടായിരുന്നുള്ളോ? മുൾക്കിരീടം വെച്ചപ്പോ 5 മുറിവേ ഉണ്ടായിരുന്നുള്ളൂ? അല്ല. പിന്നെ എത്ര മുറിവ് ഉണ്ടായിരുന്നു? ശരീരം മുഴുവൻ മുറിവായിരുന്നു. ശരീരം മുഴുവൻ മുറിവായിരുന്നു. തന്റെ 2 കൈകളിൽ ആണിയടിക്കപ്പെട്ടു, 2 കാലുകളിൽ ആണിയടിക്കപ്പെട്ടു, വിലാപ്പുറത്ത് കുത്തി. അതിന് 5 ആയില്ലേ? പിന്നെന്തോ ഈ 5 മുറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ നിങ്ങൾ അതിന് മനസ്സിലാക്കിയേക്കുന്നത്? എന്തോ സിസ്റ്ററെ ശരിക്കും പറ, സിസ്റ്ററെ ശരിക്കും പറ. പഞ്ചേന്ദ്രിയങ്ങളെ ഉദ്ദേശിച്ചായിരിക്കുന്നു. സ്വോത്രം 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 സ്വോത്രം. ഒരു പുതിയ വ്യാഖ്യാനം കേട്ടനായി. സ്വോത്രം സ്വോത്രം സ്വോത്രം. അതൊന്നുമല്ല. പഞ്ചമുറിവുകൾ എന്ന് പറഞ്ഞാൽ 5 മുറിവുകളല്ല. ഇപ്പോഴും ഓർക്കണം, യേശുവിന്റെ ശിരസിൽ മാത്രം അനേകായിരം മുറിവുകൾ ഉണ്ടായിരുന്നു. എന്താ ജോസഫ് ജാക്കബ് പാസ്റ്റേ പഞ്ചമുറിവുകൾ എന്ന് പറഞ്ഞാൽ? പടയാളികൾ ഏൽപ്പിച്ച മുറിവ്. പടയാളികൾ ഏൽപ്പിച്ച മുറിവ്. ചാട്ടവാറിനാൽ അടിച്ച മുറിവ്. കേട്ടില്ല. മുൾക്കിരീടം വെച്ച മുറിവ്. ക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് പോയിട്ട് സ്വർഗത്തിൽ നിന്ന് തിരിച്ചു വന്നപ്പോ ഉള്ള 5 മുറിവുകളാണ് ഈ പഞ്ചമുറിവുകൾ. ഇരുമ്പാണികളാൽ ഏറ്റ മുറിവ്, വിലാപ്പുറത്തെ മുറിവ്. നിങ്ങള് മനസ്സിലാക്കുക, നിങ്ങളിൽ എത്ര പേരുടെ കയ്യിലുണ്ട് ഞാൻ എഴുതിയ ജീവവചനം എന്നുള്ള പുസ്തകം? എത്ര പേരുടെ കയ്യിലുണ്ട്? എത്ര പേരുടെ? അതിനകത്തില് യേശുവിന്റെ പഞ്ചമുറിവുകൾ എന്ന് പറഞ്ഞൊരു ഭാഗം ഞാൻ ഒരു പ്രസംഗ കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിനകത്തിലുണ്ട് 5 മുറിവുകൾ എന്ന് പറയുന്നത് ഒരിക്കലും 5 മുറിവുകളല്ല. വിലാപ്പുറത്ത് കുത്തി, പുറം മുഴുവൻ അടിച്ച്, ചാട്ടവാറുകൊണ്ട് അടിച്ച് കീറി, ഇല്ലേ? കൈകളിൽ ആണിയടിക്കപ്പെട്ടു, കാലുകളിൽ ആണിയടിക്കപ്പെട്ടു, അങ്ങനെല്ലാം ഉണ്ട്. യേശുവിന്റെ ശരീരത്തിലുണ്ടായ സകലം മുറിവുകളായിരുന്നു, അല്ലേ? പിന്നെന്താ 5 മുറിവാണോ യേശുവിനുണ്ടായിരുന്നത്? അല്ല. എന്താ വി.പി. ബോസേ പറയാമോ? ഞാൻ പറയാ എനിക്ക് എഴുതി വെച്ചോളാം. അല്ല, ആവശ്യമുള്ളവർക്ക് ആ പുസ്തകം നോക്കാമെങ്കിൽ നിങ്ങൾക്ക് കിട്ടും.
അതൊന്ന് അയച്ചു തരാം 5 സാറേ. വിധത്തിലുള്ള മുറിവുകളാ. 5 വിധത്തിലും 5 ടൈപ്സ് ഓഫ് വൂൺസ് ആണ്. 5 ടൈപ്സ് ഓഫ് അഞ്ച് വൂൺസ്. മോനെ കണ്ടില്ല അഞ്ച് പുസ്തകം? വിധത്തിലുള്ള അഞ്ച് അഞ്ച് വിധത്തിലുള്ള വിധത്തിൽ മുറിവുകൾ. ഇതാണ് മോനെ പുസ്തകം. ഇതാണ് ഇത്. 5 വിധത്തിലുള്ള മുറിവ്. അല്ല, ഇത് അതിന്റെ അടിയിൽ, അതിന്റെ മുകളിൽ ഇത് 5 ഇത് വിധത്തിലുള്ള മുറിവ്. അതിന്റെ അടിയിൽ ഇങ്ങോട്ട്. 5 വിധത്തിൽ. അതല്ല, അതുമല്ല. അതെ 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 അതാ. ജോസഫ് പാസ്റ്ററെ, ആ ബുക്ക് കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് ഫോട്ടോ എടുത്തൊന്ന് ഗ്രൂപ്പിനകത്ത് ഇടണേ. ഇടാം. സാറിന്റെ തന്നെ പക്ഷെ 2 പുസ്തകം. അതല്ല മോനെ, അതുല്യനായ ക്രിസ്തു, സാറേ അതുല്യനായ ബുക്കുണ്ടോ? അത് എന്റെ ജീവവചനം പുസ്തകമുണ്ട്. എന്നുള്ള 2 ബുക്ക് ഈ സാറിന്റെ ഞാൻ ജീവവചനം, തരാം. അതുല്യനായ ക്രിസ്തു. വേണ്ടവർക്ക് ഞാൻ പുസ്തകം അയച്ചു തരാം. മോനെ, ഞാൻ തരാം. ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു തരാം. എടുക്കുന്ന ഗ്രൂപ്പിൽ ഇടണോ അതോ ഒരു കാര്യം ചെയ്യും, നിങ്ങളിൽ ആരുടെങ്കിലും പേര് ഒരാളുടെ പേര് അയച്ചു തരാം. അത് നിങ്ങൾ അങ്ങ് എല്ലാവർക്കും ചെയ്തെടുത്താൽ മതി. എന്താ? ഓക്കെ, എൻ്റെ ആരുടെയില്ല വാട്സപ്പ് കൊണ്ട് നോക്കിയിട്ട് അത് അയച്ചു തരാം. അപ്പം ഞാൻ പറഞ്ഞത്, യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് നമ്മൾ ചെയ്ത് പഠിക്കണം. അതിലൊന്നാമത് നമ്മൾ പഠിക്കേണ്ടതെന്ന് അറിയാവോ? യേശുവിൻ്റെ മരണത്തെ നിഷേധിക്കുന്നവരെ കുറിച്ചാണ്. The people, those who are rejecting the death of Christ. യേശുവിൻ്റെ മരണത്തെ അംഗീകരിക്കാത്ത കുറച്ചേറെ പേരുണ്ട്. അവർ പറയുന്ന ന്യായങ്ങൾ കേട്ടാണുണ്ടല്ലോ, നമ്മൾ വണ്ടടിച്ചു പോകും. വാസ്തവത്തിൽ യേശുവിൻ്റെ മരണത്തെ അവർ പറയുന്നത് കേൾക്കണേ, ഞാൻ പറയുന്നത്, അവർ പറയുന്നത് നമ്മളെ കണ്ണുമടച്ച് അതുപോലെ വിശ്വസിച്ച് പോയാൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ തകർന്നു. വളരെ ഗഹനമായ പോയിന്റുകൾ അവർ പറയുന്നത്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതൊക്കെ എനിക്ക് തോന്നുന്നു, ഞാൻ എഴുതിയ അതുല്യനായ ക്രിസ്തു എന്ന പുസ്തകത്തിനകത്ത് അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അതുല്യനായ ക്രിസ്തു ആ പുസ്തകം ഉണ്ടോ സാറേ? ആ പുസ്തകത്തിലുണ്ട്. ആ പുസ്തകത്തിലുണ്ട് സാറ് പറഞ്ഞു. അതുല്യനായ ക്രിസ്തു എന്ന പുസ്തകത്തിനകത്തിലുണ്ട്. അതിൻ്റെ ഉണ്ട്. അതിനകത്തില് മരണത്തെ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞൊരു നല്ല ഒരു കുറച്ചേറെ ചിന്തകളുണ്ട്. അത് ഞാൻ കംപ്ലീറ്റ് പഠിച്ചതാണ്. അതൊക്കെ നിങ്ങൾ വായിക്കണം, വായിച്ച് മനസ്സിലാക്കണം. ഏതൊരു ദൈവാസന്മാരും ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കണം. പ്രത്യേകാൽ ഞാൻ എഴുതിയ പുസ്തകം വായിക്കുന്ന നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. യേശു ക്രിസ്തുവിനെ കുറിച്ച്, അതുല്യനായ ക്രിസ്തു എന്ന പുസ്തകം ചുമ്മാതെ യേശു ക്രിസ്തുവിന്റെ ജന്മവും മരണത്തെക്കുറിച്ചല്ല എഴുതിയിരിക്കുന്നത്. ആ കാലഘട്ടങ്ങളിൽ തുടങ്ങി. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. യേശു എങ്ങനെ ദാവീദിന്റെ സന്തതിയായത്? യഹൂദന്മാരുടെ ഇടയിൽ, ശ്രദ്ധിക്കണം, യഹൂദന്മാരുടെ ഇടയിൽ ആണുങ്ങളാണ്, പുരുഷന്മാരാണ് ജീനിയോളജി വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? സ്ത്രീകൾക്കല്ല ആ സ്ഥാനമുള്ളത്, പുരുഷന്മാർക്കാ. അപ്പൊ യേശു ജനിച്ച ആരുടെ സന്തതിയായിട്ടാ യേശു ജനിച്ചത്? ദാവീദിന്റെ സന്തതിയായി. എങ്ങനെ ദാവീദ് സന്തതിയായി? എങ്ങനായി എന്ന് പറയുന്നോട് നിങ്ങൾ എനിക്ക് പറഞ്ഞതാ. യഹൂദ ഗോത്രത്തിൽ നിന്ന്. യഹൂദ ഗോത്രം മറ്റേ ഗോത്രം ഒന്നും പറഞ്ഞാൽ ഒക്കത്തില്ല. നിങ്ങൾ കറക്റ്റായിട്ട് പറ, എങ്ങനെ യേശു ദാവീദിന്റെ സന്തതിയായി? ദാവീദിന്റെ സന്തതിയായി ജനിക്കണമെങ്കിൽ യേശു ആരുടെ മകനായി ജനിക്കണം? ദാവീദിന്റെ മകനാവണം. ദാവീദിന്റെ മകനായിട്ട് ജനിക്കണം, അല്ലെങ്കിൽ ദാവീദ് ജിനിയോടെ ജനിക്കണം, അഥവാ ജോസഫിന്റെ മകനായി ജനിക്കണം. ജോസഫാണ് ആറ് സന്തതിയായിട്ട് വരുന്നത്, ആ ജിനിയോളജി വരുന്നത്, ദാവീദിന്റെ സന്തതി വരുന്നത്, അല്ലേ? പക്ഷെ യേശു ജനിച്ച ആറ് സന്തതിയായിട്ടാ? പരിശുദ്ധാത്മാവായിട്ട് ജനിച്ചതല്ലേ? പരിശുദ്ധാത്മാവ് മുഖേനല്ലേ യേശു ജനിച്ചത്? പിന്നെ എങ്ങനെ ദാവീദിന്റെ സന്തതിയാകുന്നത്? മനസ്സിലായോ? പിടികിട്ടിയോ നിങ്ങൾക്ക്? ഭൂമിയിലെ അപ്പൻ ജോസഫ് ആയിരുന്നത് കൊണ്ട് എങ്ങനെ അപ്പനായി? പഴയ പോകുന്നത് അപ്പനാകുന്നത് എങ്ങനെയാ? എങ്ങനെ അപ്പനായി? ഞാൻ ചോദിക്കട്ടെ, ഈ മറിയയുടെ ഭർത്താവായിരുന്നു ജോസഫ്. അങ്ങാരും യേശുവായിട്ട് ഒരു ബന്ധവുമില്ല. അയാൾ യഹൂദ മനുഷ്യൻ. ഒരു മിനിറ്റ് നിർത്തട്ടെ. ഹലോ, റെയിൽവേയിലെ മാഡം അല്ലേ? റെയിൽവേയിലെ മാഡം അല്ലേ? റെയിൽവേ കൗണ്ടർ ഇരുന്ന? അതെ.
അതെ 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 മാഡം. അതെ 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 ആ. അതെ അതെ മാഡം എനിക്കൊരു ഉപകാരം ചെയ്യാം. ഞാനൊരു 8:30 കഴിഞ്ഞിട്ട് മാഡത്തിലേക്ക് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. 8:30 ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. താങ്ക് യു. ചില മാസങ്ങൾക്ക് മുൻപ് ഞാൻ ഒരു ടിക്കറ്റ് എടുക്കാൻ റെയിൽവേ ചെന്നു. അപ്പം അവർ കൗണ്ടറിൽ ഒരു സ്ത്രീയെ എന്നോട് ചോദിച്ചു, പാസ്റ്ററാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. ഞാൻ ചോദിച്ചു എങ്ങനെ മനസ്സിലായി? നിങ്ങളെ കണ്ടാൽ തന്നെ പാസ്റ്റാണെന്ന് അറിയാമല്ലോ. അപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. കാരണം നമ്മുടെ മുഖത്ത് നോക്കിയാൽ ഒരു പാസ്റ്റർ ലക്ഷണം ഉണ്ടെന്ന് മനസ്സിലായി. അതെനിക്കൊരു വലിയ ഒരു ക്രെഡിറ്റായിട്ട് എനിക്ക് മനസ്സിലായി. അവർ അന്ന് എൻ്റെ നമ്പർ മേടിച്ച് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വിളിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോഴാണ് അവർക്ക് വിളിക്കാൻ സമയം കിട്ടിയത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ 8:30 വിളിക്കാമെന്ന് പറഞ്ഞു. 8:30 അടിച്ചിട്ട് വിളിക്കണം. ഓക്കെ, നമ്മളെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? എന്തുവായിരുന്നു ഞാൻ പറഞ്ഞത്? ലാസ്റ്റ് പറഞ്ഞത് ജോസഫ് ജോസഫിന്റെ ഏത് രീതിയിലാണ് യേശുവിന്റെ പിതാവായേക്കുന്നത്? പിന്നെ എങ്ങനെയാ ദാവീദിന്റെ സന്തതിയായിട്ട് വരുന്നത്? പറ, എങ്ങനെയാ? പേര് ചാർത്താൻ പോയപ്പോ യോസഫിന്റെ സന്തതിയായിട്ടല്ലേ രജിസ്റ്റർ ചെയ്തത്? അന്നേരം ദൈവത്തിന്റെ പുത്രനെന്നല്ലല്ലോ രജിസ്റ്റർ ചെയ്തേ. അത് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തൊരു വാക്കൊന്നേ ഉള്ളൂ. അല്ലാന്തുവാ അതിനകത്ത് നമുക്കൊന്നും പറയാനൊക്കത്തില്ല. കറക്റ്റ് ആൻസർ അല്ലാതെ. അല്ല, ഭൗതികമായിട്ട് ജോസഫിന്റെ സന്തതി പേര് ചേർക്കാൻ പോയി. അത് ശരിയാ. നിമി സിസ്റ്റർ പറഞ്ഞ് വളരെ ചിന്തിച്ചിട്ട് എനിക്കിട്ട് കൊടുത്തു അറിയാം, മനസ്സിലായി. എനിക്കിട്ട് കൊടുത്തതാണ്. അതല്ല. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റ വാചകത്തിൽ പറയാം. നമുക്കറിയാൻ വയ്യാത്തൊരു സംഗതിയുണ്ട്. മറിയ ദാവീദിന്റെ കുലത്തിൽപ്പെട്ട ഒരാളാണ്. അഥവാ ഒന്നുകൂടെ നമ്മൾ ഇറങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ ബോവസിന്റെ ലീനിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് മേരി. അങ്ങനെയാണ് യേശു കർത്താവ് മറിയയുമായിട്ടുള്ള ബന്ധത്തിലാണ് ദാവീദിന്റെ സന്തതിയായി മാറിയത്, അല്ലാതെ ജോസഫുമായിട്ടുള്ള ബന്ധത്തിലല്ല. സ്വാഭാവികമായിട്ട് യഹൂദന്മാരുടെ രീതി അനുസരിച്ച് പുരുഷന്മാർക്ക് മാത്രമേ ജീനിയോളജി വരുത്തുള്ളൂ. അല്ലെങ്കിൽ എന്തുവാ അതിന് പറയുന്നത് എന്തുവാ, വംശാവലി വരുത്തുള്ളൂ. വംശാവലി വരുത്തുള്ളൂ. അപ്പം സ്വാഭാവികമായിട്ട് യേശുവിന് യാതൊരു സാധ്യതയുമില്ല. എന്നാൽ നമ്മൾ കൂലങ്കഷമായിട്ട് അല്പമായിട്ട് ചിന്തിച്ചു പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കൊണ്ട് കഴിയും. മറിയ ആരുടെ സന്തതിയിൽപ്പെട്ട ആളാണ്? ദാവീദിന്റെ സന്തതിയിൽപ്പെട്ട കുലത്തിൽപ്പെട്ട ഒരാളാണ്. അതിനേക്കാൾ ഉപരിയായി ബോവസിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് മറിയ. അങ്ങനെയാണ് യേശു ദാവീദിനെ മാറ്റപ്പെടുന്നത്. വാക്യമുണ്ടോ? വാക്കിയില്ല. തപ്പിയെടുത്താൽ എവിടെയെങ്കിലും കാണും. ഇതിപ്പോ ഞാൻ വായിച്ചതിൽ നിന്ന് പറഞ്ഞതാണ്, അല്ലാതെ എനിക്കറിയത്തില്ല. വാക്യം എനിക്ക് ഇട്ടിട്ടില്ല. ഞാൻ വേണമെങ്കിൽ എന്തെങ്കിലും തപ്പിയെടുത്ത് തരാം. അത് എനിക്കിപ്പോൾ അറിയത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് ഇനി കൂടുതൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ ചോദ്യങ്ങൾ മിസ്സസ് ചോദിക്കും. അതുകൊണ്ട് ഞാൻ വിടുക. അപ്പം നോക്കിക്കേ, മരണം നിങ്ങൾ മനസ്സിലാക്കണം. യേശുവിന്റെ മരണം പഞ്ചമുറിവ് എന്ന് പറയുന്നത് ഒരിക്കലും 5 മുറിവുകളല്ല, മറിച്ച് 5 വിധത്തിൽ യേശു തന്റെ ശരീരത്തിലേറ്റതായ മുറിവുകളാണ്. 5 വിധത്തിൽ. അതുപോലെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. നോക്കട്ടെ, ഒരു മിനിറ്റ്. യേശുവിന്റെ മരണത്തെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് ഈ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതകൾ എന്നുള്ള പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതെല്ലാം നിങ്ങളത് വായിക്കുന്നത്, എവിടെയെങ്കിലും ആ പുസ്തകം കിട്ടുന്നെങ്കിൽ എടുത്തത് വായിക്കണം. ഇപ്പം ഔട്ട് ഓഫ് പ്രിന്റ് ആണ്, സാധനം ഇല്ല, പുസ്തകത്തിൽ ഒരു കോപ്പി പോലും ഇല്ല.
ഞാൻ പറഞ്ഞത് 2000 കോപ്പി അടിച്ചിട്ട് പെട്ടെന്ന് തീർന്നു പോയി. ഇപ്പൊ എൻ്റെ 2-3 കോപ്പിയെ കണ്ടേ ഉള്ളൂ, ബാക്കി മുഴുവൻ തീർന്നു പോയി. അപ്പം അതുകൊണ്ട് യേശുവിൻ്റെ ശുശ്രൂഷ മരണം, അപ്പോൾ ജനനം, ശുശ്രൂഷ, മരണം, മാത്രമല്ല ഉയർത്തൽ. സാറേ, ആ യേശുക്രിസ്തുവിന്റെ 5 മുറിവിന്റെ ഒരെണ്ണോ സാറ് പറഞ്ഞോളൂ. പറഞ്ഞല്ലോ, ജനനം പറഞ്ഞു, ശുശ്രൂഷ പറഞ്ഞു, മരണം പറഞ്ഞു. അല്ല, 5 മുറിവുകളെ കുറിച്ച് പറഞ്ഞില്ല, ഒരെണ്ണോ പറഞ്ഞോളൂ. ഒന്നും പറഞ്ഞില്ലേ ഞാൻ? 5 വിധത്തിലേറ്റ മുറിവുകളെന്നേ പറഞ്ഞോളൂ. ഒരെണ്ണം സൂചന പറഞ്ഞില്ലേ? യേശുക്രിസ്തുവിനെ അംഗീകരിക്കാത്ത. അത് ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒന്നുകിൽ BP ജോൺ പാസ്റ്റർ വാട്സപ്പിലോ നിങ്ങളുടെ ആരെങ്കിലും അല്ലെങ്കിൽ എല്ലാവർക്കും ഞാൻ അയച്ചു തരാം. നിങ്ങളത് വായിച്ചു നോക്കൂ. 5 വിധത്തിലുള്ള മുറിവുകൾ, 5 വിധത്തിലുള്ള 5 ടൈപ്സ് ഓഫ് വൂൺസ് എന്നാണ്, അല്ലാതെ നോട്ട് 5 വൂൺസ്. 5 മുറിവുകളല്ല, പിന്നെന്താ, 5 വിധത്തിൽ യേശു കർത്താവ് അനുഭവിച്ചതായ മുറിവുകളാണ്. അത് ഞാൻ പറഞ്ഞുതരാം, അത് ഞാൻ ഇട്ടുതരാം. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ ഇടാൻ ഞാൻ നോക്കാം. എല്ലാവർക്കും നിങ്ങൾ അത് വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. അത് വാക്യങ്ങൾ സഹിതമാണ് എഴുതിയിരിക്കുന്നത്. അത് ഓരോന്നായിട്ട് പഠിക്കണം. നല്ലൊരു ചിന്തയാണ്. നിങ്ങൾ സഭകളിലൊക്കെ ഇതൊക്കെ പ്രസംഗിക്കണം. നമ്മുടെ കഴിഞ്ഞ ഇന്നലെയാണോ മെനഞ്ഞാന്നാണോ ഞാൻ വേദപുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ഒരുപാട് രസം തോന്നി. എന്താണെന്നറിയാമോ? യേശു കർത്താവ് പറയുന്നു, എന്താണെന്നറിയാമോ, പരിശുദ്ധാത്മാവിനോട് പറയുന്ന പാപം മാത്രം ക്ഷമിക്കപ്പെടത്തില്ല കേട്ടോ. എന്നാൽ ഞാൻ FSL വായിച്ചു കൊണ്ട് വന്നപ്പോൾ അവിടെ ഇരിക്കുന്നു പൗലോസ് പുസ്തകം പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഇന്നത്തെ ന്യൂജൻ സഭക്കാര് അവര് പറയുന്നു ഫയർ, കാറ്റ്, അങ്ങനെയൊക്കെ പരിശുദ്ധാത്മാവിന്റെ പേരിൽ ഒരുപാട് തരികടകൾ അവർ കാണിക്കുന്നുണ്ട്. നമ്മളത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അവർ പറയുന്നൊരു കാര്യമാണ്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനോട് പറയുന്ന പാപങ്ങളൊന്നും ക്ഷമിക്കത്തില്ല. സത്യത്തില് ഈ കള്ളന്മാർ പറയുന്നതാണോ സത്യം? അവന്മാർ പറയുന്നതാണോ സത്യം? അവന്മാർ കാണിക്കുന്ന തെറ്റുകളെ നമ്മൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന് വിരോധമാണോ പറയുന്നത്? നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എന്തുവാ, നമ്മൾ എങ്ങനെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത്? എങ്ങനെ ദുഃഖിപ്പിക്കുന്നത്? ജോൺ ബോസേ, എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത്? ഇന്ന് രാത്രി ഞാൻ പറയാം. പരിശുദ്ധാത്മാവിനെതിരായിട്ട് നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക. അത് താങ്കളുടെ വാക്കുകളാ. വചനം പറയാനോട്, അത് താങ്കളുടെ വാക്കുകളാ. വചനം പറയാനോട്, വചനമാണ് എനിക്ക് വേണ്ടത്. ഞാൻ ഇതിനകത്ത് പറയാം. നിങ്ങൾ സമാധാനം കിട്ടുമെങ്കിൽ സാവകാശത്തിൽ നിങ്ങൾ വായിച്ചു നോക്കണം. FS ലേഖനം 4-ാം അധ്യായത്തിന്റെ 17 മുതൽ 5-ാം അധ്യായത്തിന്റെ 18 വരെയുള്ള വാക്യങ്ങൾ. 4-ാം അധ്യായം 17 മുതൽ എവിടെ വരെയാ? 5-ന്റെ-18 വരെ. നിങ്ങൾ ശാന്തമായി പഠിക്കണം. ദൈവം പഠിക്കണം. നിങ്ങൾ പഠിച്ചേ മതിയാവുന്നുള്ളൂ. FS 4-17 മുതൽ എത്ര വരെയാ? 5-ന്റെ-18 വരെ. ഏതാണ്ട് 10, 15, 20 വാക്യങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു 6-7 കൂട്ട കാര്യങ്ങൾ അവിടെ പൗലോസ് പുസ്തകം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 6-7 കൂട്ട കാര്യങ്ങൾ എല്ലാം ഞാൻ പഠിച്ചു തീർന്നില്ല. ഞാൻ ഓരോന്നിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം എന്താ അറിയാമോ? എല്ലാവരും ശ്രദ്ധിക്കണം. ആ ഭാഗത്ത് വായിക്കുന്നു, 4-17 വാക്യം വായിക്കുന്നു, ഇനി ജാതികൾ നടന്നപോലെ നിങ്ങൾ നടക്കരുത്. അപ്പം ഒന്നാമത് എന്തുവായിരുന്നു? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത് എന്താണ്? ജാതികൾ നടന്നപോലെ നടക്കുന്നത്. എങ്ങനെയാ ജാതികൾ നടന്നത്? അവിടെ 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. 1, വ്യർത്ഥമായി നടക്കുന്നു. 2, അന്ധമായി നടക്കുന്നു. നിങ്ങൾ വായിക്കേ, അങ്ങനെ ഓരോന്നെടുത്ത് പിക്ക് ചെയ്ത് ഓരോന്നെടുത്ത് കൊണ്ടുവന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. നിങ്ങൾ വചനം മനസ്സിലാക്കിക്കേ. ഇത് സഭയെ ശാന്തമായി പഠിപ്പിച്ചാണല്ലോ നമ്മുടെ സഭ ശുദ്ധീകരിക്കപ്പെടും. വ്യർത്ഥമായി നടക്കുക. എന്തോ വ്യർത്ഥമായി നടക്കുക എന്ന് പറഞ്ഞാൽ എന്തോ വ്യർത്ഥമായി നടക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക? എൻ്റെ വിഷയം അല്ലെങ്കിൽ ഞാനത് സന്തോഷം തോന്നിയോടെ പറഞ്ഞു പോയതേ ഉള്ളൂ. എന്തോ വ്യർത്ഥമായി നടക്കുക എന്ന് പറഞ്ഞാൽ, വ്യർത്ഥത എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇൻ വെയിൻ വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ? അറിവായിട്ടത് കിട്ടിയതാ, വെളിപ്പെട്ട് കിട്ടിയതാ. പക്ഷേ
വെളിപ്പെട്ട് കിട്ടിയതിന് എന്തെടുക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. അതാണ് വ്യർത്ഥത എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ റോമാലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവരുടെ ദൃഷ്ടികൾക്ക്, അവരുടെ ബുദ്ധിക്ക് തെളിവായി വന്നിട്ടും അവർ എന്ത് ചെയ്തിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല. അവൻ ദൈവവചന സത്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുത്തതാ, പക്ഷെ എന്നിട്ട് എന്ത് ചെയ്യുന്നില്ല, അതങ്ങോട്ട് അംഗീകരിക്കുന്നില്ല. അതിനാണ് വ്യർത്ഥത എന്ന് പറയുന്നത്. എന്തുമാത്രം കാര്യങ്ങൾ നമുക്ക് അതിനെക്കുറിച്ച് വിശദീകരിക്കാനുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് അവിടെ ഒരു 6-7 കൂട്ടം കാര്യങ്ങളുണ്ട്. നിങ്ങളത് ശാന്തമായി പഠിച്ച്. അതുപോലെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക എന്ന് പറഞ്ഞ കാര്യം ഞാൻ ഈ പറഞ്ഞത്. രണ്ടാമത്, പരിശുദ്ധാത്മാവിന്റെ പാപങ്ങൾ എന്തൊക്കെയാ? പുതിയ നിയമം പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് 5 പാപങ്ങളോട് പരിശുദ്ധാത്മാവിനോട് ചെയ്യുന്നത്. നിങ്ങളത് പഠിച്ചിട്ടുണ്ടോ? എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ അത് ഞാൻ പറയാമായിരുന്നു. ഇനി എന്തെങ്കിലും സമയം ഉണ്ടെങ്കിൽ ഞാൻ അത് ശാന്തമായി പറഞ്ഞുതരാം. 5 പാപങ്ങളുണ്ട് പരിശുദ്ധാത്മാവിനോട്. 5 പാപങ്ങൾ. ആ പാപങ്ങൾ നമ്മൾ ക്ഷമിക്കത്തില്ല. എല്ലാം ക്ഷമിക്കും, പക്ഷെ എന്ത് ചെയ്യത്തില്ല, പരിശുദ്ധാത്മാവിലുള്ള പാപങ്ങൾ മാത്രം ക്ഷമിക്കത്തില്ല. ഞാനൊരു കൊച്ചു ഉദാഹരണം പറയാം. ഞാൻ എൻ്റെ ബുക്കിനകത്ത് അത് എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്ന്, പരിശുദ്ധാത്മാവിലുള്ള ഒരു പാപം എന്താണെന്ന് അറിയാമോ? ദൂഷണമാണ്. എന്തോ ഈ ദൂഷണം എന്ന് പറഞ്ഞാൽ? എന്തോ ദൂഷണം എന്ന് പറഞ്ഞാൽ? ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ബ്ലാസ്ഫമി എന്നാണ് എഴുതിയിരിക്കുന്നത്. ബ്ലാസ്ഫമി എന്ന് പറഞ്ഞാൽ ഇറലവന്റ് ടോക്ക് അബൌട്ട് സേക്രഡ്. വിശുദ്ധമായതിനെ തെറ്റായി ചിത്രീകരിക്കുക. ഇറലവന്റ് ടോക്സ് അബൌട്ട് ദി സേക്രഡ്. വിശുദ്ധമായതിനെ കുറിച്ച് തെറ്റായിട്ട് പറയുക. അതാണ് ദൂഷണം എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് ഓർക്കുന്നു, എനിക്കറിയത്തില്ല, ജോസഫ് ചാക്കോയ്ക്ക് അറിയാവുന്ന അറിയത്തില്ല, VP John പാസ്റ്റർക്ക് അറിയാവുന്ന അറിയത്തില്ല, നമ്മുടെ ന്യൂ ഇന്ത്യ പബ്ലിക് കോളേജിൽ ഉണ്ടായിരുന്ന ഒരു അരുൺകുമാർ, അറിയാമോ? തിരുവനന്തപുരത്തുകാരൻ അരുൺകുമാർ. അറിയാം. അദ്ദേഹത്തെ ഞാൻ ശുശ്രൂഷിച്ച സഭയെ കൊണ്ടുപോയി ഒരു സഭായത്തിന്. അന്ന് നമ്മുടെ സഭ ഇതാണ്, മാസയോഗമാണ്. ആ മാസയോഗത്തിന് ഞാനൊരു 5-10 മിനിറ്റ് ഈ അരുൺകുമാറിന് കൊടുത്തു. അന്ന് അവന് വെറും 18 വയസ്സേ ഉള്ളൂ. 17 വയസ്സ്, കൊച്ചനാ, തീരെ 16-17 വയസ്സേ ഉള്ളൂ. ഇവൻ എഴുന്നേറ്റ് ഇതൊരു കാച്ചി. എന്താണെന്നറിയാമോ? ഞാനൊരു തികഞ്ഞ മദ്യപാനിയായിരുന്നു. എത്ര വയസ്സുണ്ട്? 17 വയസ്സ് കഷ്ടിച്ചേ ഉള്ളൂ. രണ്ടാമത്, നിങ്ങളോട് പറയാൻ കൊള്ളത്തില്ലെങ്കിൽ അവൻ പരസ്യമായിട്ട് പറഞ്ഞതാണ്, ഞാൻ നിമിത്തം പെണ്ണുങ്ങൾക്ക് റോഡിൽ കൂടെ നടന്നു പോകാൻ വയ്യായിരുന്നു. അങ്ങനെയുള്ള കുറച്ചേറെ സ്റ്റേറ്റ്മെന്റുകൾ പരസ്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. എനിക്കങ്ങ് അടി മുതൽ മണ്ട വരെ അങ്ങ് ചൊറിച്ചിൽ വന്നു. കാരണം നാണംകേടല്ലേ? ആരുടെ മുമ്പിലല്ല നീ പറയുന്നത്? അവനെ പഠിപ്പിക്കുന്ന അധ്യാപകന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവൻ പറയുന്നത്. ഞാൻ ഈ പ്രാർത്ഥന തീരാനിരുന്നു. അവനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, എന്തോ അരുൺകുമാർ ഈ പറഞ്ഞെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, സാറേ, ഇങ്ങനൊക്കെ പറഞ്ഞെങ്കിൽ രക്ഷപ്പെടാനൊക്കെ തോന്നുന്നു. മനസ്സിലായോ? ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ രക്ഷപ്പെടാനൊക്കെ ആരെങ്കിലുമൊക്കെ എന്നെ വിളിക്കത്തുള്ളൂ. സത്യമാണ് പറഞ്ഞത്. നീതിയായി കർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമനുഷ്യന്റെ സാക്ഷി ആർക്കും വേണ്ട. വിശുദ്ധ ജീവൻ ചെയ്യുന്ന ദൈവാസന്മാരുടെ സാക്ഷി ആർക്കും വേണ്ട. കള്ളങ്ങളും വഞ്ചനകളും ഒക്കെ പറയുന്നവരുടെ സാക്ഷികൾ എല്ലാവർക്കും വേണ്ടത്. പാറയുടെ മണ്ടയ്ക്ക് മേളിൽ താഴോട്ട് നിരങ്ങുന്നവർ സാക്ഷി എല്ലാവർക്കും വേണ്ടത്. എന്താ ജോസഫ് ചാക്കോ താങ്കളെ ആരും വിളിക്കാത്തത്? അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ വിശുദ്ധമായ കാര്യങ്ങളെ തെറ്റായി പറയുക, അതിനാണ് ദൂഷണം എന്ന് പറയുന്നത്. അപ്പൊ പോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇത് രണ്ടും നിങ്ങൾ പഠിക്കണം കേട്ടോ. സമയം കിട്ടുന്നെങ്കിൽ ഇത് രണ്ടും നിങ്ങൾ പഠിക്കണം. ഒന്ന്, പരിശുദ്ധാത്മാവിനുള്ള പാപങ്ങൾ എന്തൊക്കെയാണ്? 5 പാപങ്ങൾ നിങ്ങൾ കണ്ടെത്തി പഠിക്കണം. നെറ്റ് എടുത്ത് ഉപയോഗിക്കാൻ അറിയാവുന്നവർക്ക് നെറ്റ് എടുത്ത് ഉപയോഗിച്ച് നോക്കണം. വാട്ട് ആർ ദി സിൻസ് അഗൈൻസ്റ്റ് ദി ഹോളി സ്പിരിറ്റ്? നെറ്റിനകത്ത് നോക്കി ഈ 5 എണ്ണം വ്യക്തമായിട്ട് വെണ്ടക്കേഷത്തിൽ കിടപ്പുണ്ട്. അതിന്റെ വിശദീകരണമുണ്ട്. അത് പഠിക്കണം. നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ സഭയിൽ പ്രസംഗിക്കണം. ശാന്തമായി പ്രസംഗിച്ചാൽ മതിയപ്പാ. എന്തിനാ ഒരുപാട് ബഹളം വെക്കുന്നത്?
ജനത്തിന് മനസ്സിലാകട്ടെ, ജനം മനസ്സിലാക്കി പഠിക്കട്ടത്. അതുപോലെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ 6-7 കൂട്ടം കാര്യങ്ങൾ FS 4-ാം അധ്യായത്തിൽ മുതൽ 5-18 വരെ കാണുന്നുണ്ട്. അത് നിങ്ങൾ ശാന്തമായി പഠിച്ച് എത്ര പ്രയോജനമായിരിക്കും അറിയാമോ? സഭ അനുഗ്രഹിക്കപ്പെടും. ഇത് എന്നും കൊന്നു ദാവീദ് ഗോലിയാത്തും. ദാവീദ് ഗോലിയാത്തിനെ കല്ലെറിയുക, ഗോലിയാത്ത് ഇങ്ങോട്ട് നിന്ന് വെല്ലുവിളിക്കുക. ഇത് കേട്ട് സഭയും മുഴുവൻ കല്ല് വലിച്ചെറിയുക, വാളും കൊണ്ട് വരിക. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ദൈവവചനം പ്രസംഗിക്കുക. ഓക്കെ, നമുക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒക്കത്തില്ലല്ലോ. അപ്പോൾ 3-ാമത്തെയാണ് മരണം, 4-ാമത്താണ് ഉയർത്തെഴുന്നേൽപ്പ്. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഒരുപാട് പേര് വിമർശിക്കുന്നുണ്ട്, തെറ്റായി ചിത്രീകരിക്കുന്നുണ്ട്. അതുപോലെ സ്വർഗാരോഹണം, യഹോവ സാക്ഷികളെ പോലുള്ള ആൾക്കാർ പറയുന്നത് യേശു സ്വർഗാരോഹണം ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, യഹോവ സാക്ഷികൾ പറയുന്നത്, അത് പറഞ്ഞായിരുന്നു ഞാൻ. യഹോവ സാക്ഷികൾ പറയുന്നത് യേശു മരിച്ചപ്പോൾ തന്റെ ശരീരം ഗ്യാസായി പോയി എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളോട്. യേശു ശരീരം എന്തായി പോയി? ഗ്യാസായി പോയി, അലിഞ്ഞുപോയി, അന്തരീക്ഷത്തിൽ അലിഞ്ഞുപോയി. ഈ അലിഞ്ഞുപോയ ആളെങ്ങനെയാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്? ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ? അതുപോലെ തന്നെ വേറൊരു കൂട്ടം ആൾക്കാർ പറയുന്നത് അഹമ്മദിയൻ മൂവ്മെന്റ്, അവര് ബഹായി ഫെയ്ത്തുകാർ പറയും. അത് ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളോട്. ബഹായി ഫെയ്ത്തുകാർ പറയുന്നത് യേശു ശിഷ്യന്മാരോട് പറഞ്ഞ് ഒത്തുവച്ചിരുന്നു, ഞാൻ ക്രൂശിൽ കിടക്കുമ്പോൾ ഞാനൊരു അത്ഭുതം കാണിക്കും. എന്താ? എല്ലായിടത്തും ഇരുട്ട് വ്യാപരിക്കും. പിന്നെന്തുവാ? വലിയ ഭൂമി കുലുക്കവും അത് ഇതൊക്കെ സംഭവിക്കും. ഇതൊക്കെ ഞാൻ കാണിക്കുന്ന വേറെ ഒരു അത്ഭുതമേ ഉള്ളൂ. ഈ സമയത്ത് നിങ്ങളെന്ത് ചെയ്യണം? എന്നെ ക്രൂശിൽ ഇറക്കിക്കൊണ്ട് പോയിട്ട് യേശു ഇച്ചിരി പച്ചമരുന്നുകൾ പറഞ്ഞു കൊടുത്തിരുന്നു. ഈ പച്ചമരുന്നുകൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മുറിവുകൾ വേഗത്തിൽ ഉണങ്ങും, കരിയും. ഞാൻ പിന്നെ പോയിക്കോളാം, ഞാൻ എങ്ങനെയെങ്കിലും പോയി രക്ഷപ്പെട്ടോളാം. എന്നിട്ട് യേശു എന്ത് ചെയ്യുന്നറിയാമോ? ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അത്ഭുതം കാണിച്ചു. നമുക്കറിയാം, ശിഷ്യന്മാർ യേശുവിനെ അവിടുന്ന് കൊണ്ടുപോയി. അവിടുന്ന് പോയിട്ട് യേശു രക്ഷപ്പെട്ടു. എവിടേക്ക് പോയി? ഓടി. മൈലുകൾക്കപ്പുറത്തുള്ള കാശ്മീരിൽ വന്നു. അവിടെ വന്ന് താൻ 120 വർഷം ജീവിച്ചിരുന്നു. ഭാര്യയും കുറച്ചേറെ മക്കളെയും ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കാശ്മീരിൽ തൻ്റെ ശവക്കല്ലറ ഇന്നുകൊണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുവിന്റെ ആഗമനത്തിൽ 5 ടൈപ്സ് ഉണ്ട്, 5 കാറ്റഗറീസ് ഉണ്ട്. ഒന്ന് ജനനമുണ്ട്, അതിനെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. പിന്നെന്താ? ശുശ്രൂഷയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ക്രൈസ്റ്റ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ജീസസ് ഓഫ് ഹിസ്റ്ററി. അതിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. യേശുവിന്റെ ശുശ്രൂഷയെ ചോദ്യം ചെയ്തിരിക്കുന്നു, യേശുവിന്റെ മരണത്തെ ചോദ്യം ചെയ്തിരിക്കുന്നു, മരണത്തെ നിഷേധിക്കുന്നതിനുണ്ട്, ഉയർത്തെഴുന്നേൽപ്പിനെ ചോദ്യം ചെയ്തിരിക്കുന്നു, അതുപോലെ തന്നെ സ്വർഗാരോഹണത്തെയും ചോദ്യം ചെയ്തിരിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ യേശുവിന്റെ ആദ്യത്തെ ആഗമനത്തെ ചോദ്യം ചെയ്യുന്ന വലിയൊരു കൂട്ടം ആൾക്കാര് ഇന്ന് സമൂഹത്തിലുണ്ട്. എന്നാൽ നമ്മൾ കാര്യം മനസ്സിലാക്കണം, വിശ്വാസത്താൽ അല്ലാതെ, വിശ്വാസത്തിന്റെ കണ്ണുകളാൽ അല്ലാതെ, തിരുവചന സത്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാതെ ഒരിക്കലും യേശുവിന്റെ ആഗമനത്തെ നമുക്ക് ചിന്തിക്കുവാനും പഠിക്കുവാനും കഴിയുകയില്ല എന്ന് യാഥാർത്ഥ്യം നമ്മളെല്ലാവരും മനസ്സിലാക്കും. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? വിശ്വാസത്തിന്റെ കണ്ണുകൾ വേണം. ദൈവവചനത്തിന്റെ ഫൗണ്ടേഷൻ, അടിസ്ഥാനം വേണം. ഇന്ന് രാത്രിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ പഠനത്തിന് വേണ്ടിയിട്ട് വരും ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് പ്രസംഗിക്കുവാൻ വേണ്ടിയിട്ട് ഒരു 4 കാര്യങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ്. വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ യേശു എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത്? യേശു ലോകത്തിലേക്ക് വന്നതിന്റെ 4 ഉദ്ദേശങ്ങൾ. ഒന്ന്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ് ലൂക്കോസ് 19:10. ഒരാൾ വായിച്ചാട്ടെ, ലൂക്കോസ് 19 10-ാമത്തെ വാക്യം. പെട്ടതാണ്, സമയം പോകുന്നു. ലൂക്കോസ് 19:10. കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ഒന്ന്, യേശു എന്തിനാ ലോകത്തിലേക്ക് വന്നത്? കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്.
Seek and save that which was lost. Seek and save save that which was lost. നഷ്ടപ്പെട്ടതിനെ തിരഞ്ഞ് നേടുക എന്നതാണ് യേശുവിന്റെ ഒന്നാമത്തെ വരവിന്റെ ഉദ്ദേശം. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ? ഒരു തമ്പ് കാണിച്ചോട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഒന്നാമത് കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാൻ, അതായത് നഷ്ടപ്പെട്ടതിനെ തിരികെ നേടുന്നതിന് വേണ്ടിയാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, യേശു കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ നഷ്ടപ്പെട്ടതിന്റെ ഒരു ഉപമ പറയുവാനിടയായിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ ഒരു ഉപമ? അതേതായിരുന്നു? ഒന്ന് മുടിയനായ പുത്രൻ, ഒന്ന് മുടിയായ പുത്രൻ. രണ്ടാമത്തത് ദ്രഹ്മ, 99 ദ്രഹ്മ. ആടും മൂന്നാമത്തത് 99 ആടും ആട്. ഉണ്ടായത്. അത് തിരിച്ചു പറ. ദ്രഹ്മ, ആദ്യത്തെ ഏതാ? ആട്. രണ്ടേതാ? ദ്രഹ്മ. മൂന്നെന്താ? പുത്രൻ. പുത്രൻ. ഇനി അതിനെ കുറിച്ച് പഠിച്ച് ശാന്തമായിട്ടൊന്ന് പഠിച്ച്. ആട് എവിടാ കാണാതെ പോയത്? കാട്ടില്. കാട്ടിൽ. അതാരെ കാണിക്കുന്നു? അതാരെ കാണിക്കുന്നു? ആദിവാസികൾ, ഇല്ലിറ്ററേറ്റ് പീപ്പിൾ അല്ലെങ്കിൽ അൺഎഡ്യൂക്കേറ്റഡ് പീപ്പിൾ, സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവർ. നിങ്ങൾക്കറിയാമോ, ഇന്ന് കേരളത്തിൽ മാത്രം 164 ജാതികളും ഉപജാതികളുമുണ്ട്. കേരളത്തിൽ എത്ര ജാതികളും ഉപജാതികളുമുണ്ട്? 164 പേരുണ്ട്. ജാതികളും ഉപജാതികളും, ട്രൈബ്സ് ഉണ്ട്, കാസ്റ്റ് ഉണ്ട്. ഞാനിതെങ്ങനെ പഠിച്ചതാ? നിങ്ങൾക്കറിയാമോ, ഒരു സംഘടനയുണ്ട്, PRDS. കേട്ടിട്ടുണ്ടോ? അത് PRDS എന്ന് പറഞ്ഞാൽ എന്താ? പറയാവോ? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. അതെ, അത് തന്നെ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ആരാ അതിന്റെ സ്ഥാപകൻ? പേരോർക്കുന്നില്ല. പൊയ്യലപ്പൻ. അതിന്റെ പേര് പറ. ആരാ പറഞ്ഞു പൊയ്യലപ്പൻ? പൊയ്കയിലെ യോഹന്നാൻ. യോഹന്നാൻ ഉപദേശി. അതായത് ബഹുമാന്യായ എബ്രഹാമിനോടൊപ്പം നിന്ന് ബഹുമാനായ കെ എബ്രഹാമിനോട് നിന്ന് കർത്താവിനാണ് സൈമൺ സാറിന്റെ കൂടെ അവരുടെ ഉടക്കെ നിന്ന് ശുശ്രൂഷ ചെയ്ത മനുഷ്യനാ. എനിക്ക് രസകരമായ ഒരു കാര്യം ഞാൻ പറയാം. ഒരു പ്രാവശ്യം ഞാൻ കുമ്പനാട്ട് പഠിപ്പിച്ചിട്ട് ഞാനിങ്ങനെ ജംഗ്ഷനിൽ ബസ് കയറാൻ നിൽക്കുകയാണ്. അപ്പൊ ജംഗ്ഷനിൽ ബസ് കയറാൻ നിൽക്കുമ്പോൾ ഈ PRDSകാരുടെ ഒരു വലിയ പ്രൊസഷൻ ഇങ്ങനെ ജാഥ വരിക. അപ്പം ബസ്സുകൾക്കൊക്കെ പോകാൻ ബുദ്ധിമുട്ട്, ജനങ്ങളെല്ലാം രണ്ട് സൈഡിൽ നിൽക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ സൈഡിൽ നിൽക്കുക, ബസ്സില്ലാഞ്ഞുകൊണ്ട് ഇങ്ങനെ സൈഡിൽ മാറിയിരിക്കുക. അപ്പോൾ ഒരു വലിയപ്പച്ചൻ പറയുക, കളവനാ, ഓരോന്നിൻ്റെയൊക്കെ ഭാഗ്യം നോക്കപ്പാ. വലിയ പറയുക, ഓരോന്നിനൊക്കെ ഭാഗ്യം നോക്കപ്പാ. കീറിയ നിക്കറ് വിട്ടുകൊണ്ടാണ് യോനാച്ചൻ ഇന്ന് ദൈവമായി. ഞാൻ ഇപ്പോഴും വടി പിടിച്ചു നടക്കുകയാണ്. മനസ്സിലായോ? കീറി നിക്കറിട്ടുകൊണ്ടാണ് യോനാച്ചൻ ഇപ്പൊ ആരായി? ദൈവമായി. ഞാനിപ്പോഴും കൊടുക്കുക, ഇപ്പോഴും വടി പിടിച്ചോണ്ട് നടക്കുകയാണ്. ഞങ്ങൾ അവിടെ നിന്ന് കേട്ടെല്ലാം അങ്ങ് ചിരിച്ചു. എത്ര രസകരല്ലേ? കുഴപ്പമില്ല, നല്ലൊരു ഒരു രസകരല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞതിന് അർത്ഥം, ഈ പൊയ്യേൽ യോനാച്ചൻ ഉപദേശിയുടെ അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി ഇന്ന് അവിടെ ഇല്ല. PRDS ഞാൻ കുമ്പനാട് പോകുമ്പോൾ സാധാരണ പൊയ്യപ്പടി എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ തന്നെ ഉണ്ട്. അവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഒരു വലിയ ആസ്ഥാന മന്ദിരങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയെ മരിച്ചുപോയി, ജാനകി അമ്മ. എന്നാൽ അദ്ദേഹത്തിന്റെ മകന്റെ ഡെഡ് ബോഡി ഇന്ന് സൂക്ഷിച്ചു വെച്ചിരിക്കുക. മകന്റെ ആണെന്ന് തോന്നുന്നു, എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തത ഓർമ്മയില്ല. അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുക. അതിൽ പറയുന്നത് പൊയ്യയിൽ യോനാച്ചൻ ഉപയോഗിച്ച് മടങ്ങി വരുമ്പോൾ ഇയാളെ ഉയർപ്പിക്കുമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ രൂപാന്തരം പ്രാപിച്ച് നമ്മുടെ ശരീരങ്ങൾ രൂപാന്തരപ്പെടത്തില്ലേ? അതുപോലെ യേശു കർത്താവ് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ രൂപാന്തരപ്പെടത്തില്ലേ? അതുപോലെ പൊയ്യയിൽ യോനാച്ചൻ ഉപദേശിച്ച് വരുമ്പോൾ എന്തുവാ?
ഇയാള് ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്, അവർ പഠിപ്പിക്കുന്നത്. പോട്ടെ. അവന് യോനാച്ചിന്റെ ഉപദേശിയില് ലൂസിഫറിന്റെ ആത്മാവ് കയറി എന്നതാണ് അതിന് കാരണം. പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഈ ഒരു മാസികയുണ്ട്, അതിന്റെ പേരാണ് ആദിർ ദീപം. ആദിർ ദീപം അറിയാൻ വയ്യാത്ത നെല്ലി വെച്ചിരിക്കുന്നതല്ല, വല്ലപ്പോഴൊക്കെ അത് ഉപയോഗിക്കുന്നതല്ല. ആദിർ ദീപം. ആദിർ ദീപം എന്ന് പറയുന്നത് ഈ ജാതികളെയും ഉപജാതികളെയും കുറിച്ച് പഠിപ്പിക്കുന്നതായ ഒരു പുസ്തകമാണ്. ജാതികളെയും ഉപജാതികളെയും കുറിച്ച് പഠിപ്പിക്കുന്നതായ ഒരു പുസ്തകമാണ്. ജാതികളെയും ഉപജാതികളെയും കുറിച്ച് പഠിപ്പിക്കുന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിനകത്തിൽ, ആ മാസികത്തിൽ പറയുന്നു, കേരളത്തിൽ മാത്രം 164 ജാതികളും ഉപജാതികളുമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, യേശു കർത്താവ് വന്നത് കാറ്റിൽ കാണാതെ പോയ ആടിനെ തേടിയ, അതിനെ കണ്ടെത്തുവോളം എന്തെടുത്തു? യേശു കർത്താവ് നടന്നു പോയെന്നാണ്, അല്ലെ? അല്ലെങ്കിൽ ആ ഇടയൻ നടന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇന്ന് കേരളത്തിൽ മാത്രം എത്രയോ ബൈബിൾ സ്കൂളുകളുണ്ട്. നിങ്ങളുടെ കഷ്ടകാലത്ത് നിങ്ങൾ MD ഒന്ന് കഴിഞ്ഞു പോയാൽ പിന്നെ സുവിശേഷ വേല ചെയ്യാൻ മടിയാ. MD ഒന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആരാ? റവറന്റ് ആകും. ഡിഗ്നിറ്റഡ് ആളാ. നിങ്ങൾ പിന്നെ എന്ത് ചെയ്യത്തില്ല? സുവിശേഷ വേല ചെയ്യത്തില്ല. പിന്നെ നിങ്ങൾ ആരാ? അധ്യാപകനാ. ഞാൻ ഉൾപ്പെടെയാ പറയുന്നത്. സുവിശേഷ വേല ചെയ്യത്തില്ല. പക്ഷേ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമ്മൾക്ക് കർത്താവ് ഒരു അവസരം കൂടെ തന്നിരിക്കുകയാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ജാതികളെയും ഉപജാതികളെയും ഒക്കെ തേടിപ്പോണം. അൺഎഡ്യൂക്കേറ്റഡ് ആയിരിക്കുന്ന പിന്നെ അങ്ങനെ സമൂഹത്തിൽ യാതൊരു വിലയുമില്ലാതെ കിടക്കുന്ന എത്രയോ പേരുണ്ട്. നമ്മളെല്ലാവരും PG വർഗീസിനെ കുറ്റം പറയുമല്ലോ, പലരും കുറ്റം പറയുമല്ലോ. PG വർഗീസ് ചെയ്ത ശുശ്രൂഷ എത്രയോ പേരെ താൻ നേടുന്നു, ആയിരക്കണക്കിന് ആൾക്കാരെ താൻ നേടുന്നത്. ഇത് IPCക്കാർ എത്ര പേരെ നേടുന്നു? ജോസഫ് ചാക്കോ എത്ര പേരെ നേടുന്നു? ഇന്ന് നമ്മൾ ചെയ്യുന്നത്, സത്യം പറയാം, എന്നെ പഠിപ്പിച്ച ഒരു സാറുണ്ടായിരുന്നു, ജ്ഞാനദാസ് എന്നാ പേര്. ജ്ഞാനദാസ് തമിഴ്നാടുകാരനാ, മലയാളമൊക്കെ നന്നായിട്ട് പറയും. അദ്ദേഹം പറയുന്നത്, യേശു കർത്താവ് ലോകത്തിലോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ദി അൺഎംപ്ലോയ്മെന്റ് വിൽ ബി ഇൻക്രീസ്ഡ് എന്നാണ്, അല്ലേ? തൊഴിലായ്മ വർദ്ധിക്കത്തല്ലേ ഉള്ളൂ. ഗവൺമെന്റ് അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും മനസ്സിലാക്കി നമ്മളെ ഉപദ്രവിക്കാതിരുന്നാൽ മതിയായിരുന്നു. എത്രയോ ആൾക്കാർ നമ്മൾ ജീവിക്കുന്നു, അല്ലേ ആന്റി? അല്ലേ സിസ്റ്ററെ? അപ്പൊ സത്യത്തില് ഇന്നൊരു അൺഎംപ്ലോയ്മെന്റിന് പരിഹാരമാണ് സുവിശേഷ വേല എന്ന് പറയുന്നത്. അതേ നടക്കുന്നുള്ളൂ ജീവിതമാർഗം. ജോൺപാസ് എന്നോട് വിരോധം തോന്നല്ലേ? എന്നോട് വിരോധം തോന്നരുത്. അതിനകത്ത് ഞാൻ എൻ്റെ കാഴ്ചപ്പാട് ഇച്ചിരി വ്യത്യസ്തമാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്രയോ പേരെ നേടാനുണ്ട്. നമ്മൾ MD കിട്ടിയത് കൊണ്ട് ആരും അഹങ്കരിക്കേണ്ട. നമ്മൾ ആരും മാസ്റ്റർമാരായില്ല. നമ്മൾ സുവിശേഷ വേല ചെയ്യണം, കർത്താവിന് വേല ചെയ്യണം, ദൈവരാജ്യത്തിന് വ്യാപ്തിക്ക് വേണ്ടി അധ്വാനിക്കണം. അധ്വാനിച്ചേ മതിയാകത്തുള്ളൂ. അപ്പം കാട്ടിൽ കാണാതെ പോയതിനെ കണ്ടു കിട്ടുവോളം ഈ ഇടയൻ സഞ്ചരിച്ചെന്നാ വായിക്കുന്നില്ലേ? എത്ര പേർക്ക് താല്പര്യമുണ്ട് കർത്താവിന് വേല ചെയ്യാൻ? അതിനാണ് ഈ വാക്കിക്കുന്നത്. സുവിശേഷന്മാരായി മാറണം. സുവിശേഷന്മാരായെങ്കിലേ മതിയാകത്തുള്ളൂ. ഞാൻ അവിടെ നിർത്തട്ടെ. അപ്പൊ 1, കാട്ടിൽ പോയ ആട്. 2, ദ്രഹ്മ. അതെവിടാ പോയത്? വീട്ടിനുള്ളിലാ പോയത്. രണ്ടാമത്തെ പോയത് എവിടെ? കഷ്ടപ്പെട്ടത് എവിടാ? വീട്ടിലാ. അത് നമ്മൾ മനസ്സിലാക്കണം. വീടെന്ന് പറഞ്ഞത് എന്താ? കുറച്ചുകൂടെ സേഫ് ആയിരിക്കുന്ന കാര്യമാണ്, അല്ലേ? അപ്പോൾ എത്രയോ ആൾക്കാര് വീട്ടിൽ നശിക്കുന്നു. എന്റെ വ്യാഖ്യാനം പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ചിന്ത പറഞ്ഞു കഴിഞ്ഞാൽ, പാരമ്പര്യാധിഷ്ഠിതമായിട്ട് അനേകർ നശിക്കുകയാണ്. പാരമ്പര്യാധിഷ്ഠിതമായിട്ട് അനേകർ നശിച്ചുകൊണ്ടിരിക്കുക.
വചനസത്യം അറിഞ്ഞിട്ടും വചനത്തിലേക്ക് വെളിയിലേക്ക് വരുവാൻ കഴിവില്ലാത്തവരായി നശിക്കുന്നു. അത് ആ സ്ത്രീ എന്തെടുത്തത്? തൂത്തുവാരി, അല്ലേ? തൂത്തുവാരി, കണ്ടു കിട്ടുവോളം തൂത്തുവാരി എന്നാണ് വായിക്കുന്നത്. അപ്പം രണ്ടാമത് ഞാൻ വിശദീകരിക്കുന്നത്, നിങ്ങൾ ഇനിയും വ്യാഖ്യാനിച്ച് പഠിച്ചോളി. രണ്ടാമത് ഭവനത്തിൽ പോയത്, പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന എത്രയോ പേര് നമ്മുടെ ചുറ്റുള്ളവരുണ്ട്. രക്ഷിക്കപ്പെടാത്ത എത്രയോ പേരുണ്ട്. ഇപ്പോഴത്തെ പോപ്പിനെ ഞാൻ അഭിനന്ദിക്കുന്നു, ലിയോ 16. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. എന്താ അത് കണ്ടായിരുന്നോ? എന്താ പറഞ്ഞത്? മറിയ മധ്യസ്ഥ അല്ല, അല്ല മധ്യസ്ഥയല്ല, യേശുക്രിസ്തു തുല്യമായിട്ട് രക്ഷകനുമല്ല, അല്ലേ? പോപ്പിന് എന്തോ പറഞ്ഞാലും അംഗീകരിക്കാൻ പോകുന്നില്ല. കേരളത്തിലുള്ളവർക്ക്, ഇന്ത്യയിലുള്ളവർ അംഗീകരിക്കാൻ പോകുന്നില്ല. അംഗീകരിക്കുമോ? ഗീവർഗീസ് പുണ്യാളൻ, ജോർജ് സഹറ, അദ്ദേഹം ഒരു ലെജൻഡ് ആണെന്നും ഐതിഹ്യമാണെന്നും അങ്ങനൊരു മനുഷ്യൻ ജീവിച്ചിരുന്നില്ലെന്നും ഒക്കെ അന്നത്തെ പോപ്പ് പ്രസ്താവിച്ചു. അപ്പം ഇവിടെ കേരളത്തിലുണ്ടായിരുന്ന ഒരു ബിഷപ്പ് പറഞ്ഞു, പോപ്പിന് അങ്ങനെയൊക്കെ പറയാം, 10 കാശ് കിട്ടുന്ന ഒരു സ്ഥാപനമായത്, അത് നഷ്ടപ്പെടുന്നത് ഞങ്ങളെ കൊണ്ട് ഒക്കത്തില്ലെന്ന്. മനസ്സിലായോ? പോപ്പിന് അങ്ങനെയൊക്കെ പലതും പറയാം, പക്ഷെ എന്തോ എടുക്കാൻ ഒക്കത്തില്ല. 10 കാശ് കിട്ടുന്ന ഒരു സംഭവമാണ് ആര്? ജോർജ് സഹിത. അതിനെ ഞങ്ങൾക്ക് ഉപേക്ഷിക്കാനായിട്ട് ഒക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, 2 വീട്ടിൽ നഷ്ടപ്പെട്ടു, 3 എവിടെ നഷ്ടപ്പെട്ടു? പട്ടണത്തിൽ നഷ്ടപ്പെട്ടു, പുത്രൻ. മനസ്സിലായോ? അപ്പോൾ 3 നഷ്ടങ്ങളാണ്. ഈ 3 പേരെയും, കാട്ടിൽ നഷ്ടപ്പെട്ടതിനെയും, വീട്ടിൽ നഷ്ടപ്പെട്ടതിനെയും, പട്ടണത്തിൽ നഷ്ടപ്പെട്ടതിനെയും എന്ന് പറഞ്ഞാൽ ആഗോള വ്യാപകമായിട്ട് എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയാണ് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. അതിനകത്ത് നമുക്ക് ആരെയും മാറ്റി നിർത്തുവാനായിട്ട് കഴിയുകയില്ല, ആരെയും മാറ്റി നിർത്തുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ കൊണ്ട് കഴിയുന്നു. ഈ നഷ്ടപ്പെട്ടതിനെ തിരഞ്ഞു രക്ഷിച്ചു കഴിയുമ്പോൾ, നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഒരു കാര്യം സംഭവിക്കുന്നു. എന്താണെന്നറിയാമോ? ലൂക്കോസ് സുവിശേഷം 15-6 വാക്യം, 9 വാക്യം, 24 വാക്യം, 3 വാക്യങ്ങൾ വായിച്ച്. ലൂക്കോസ് സുവിശേഷം 15-6, 9, 24. പെട്ടെന്ന് വായിച്ചു. ചുമലിലെടുത്ത വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി, കാണാതെ പോയ എന്റെ ആടിനെ കണ്ടു കിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിൻ എന്ന് പറയുന്നു. ഇനി 9 വാക്യം. കണ്ടുകിട്ടിയാൽ സ്നേഹിതന്മാരെയും അയൽക്കാരത്തികളെയും വിളിച്ചുകൂട്ടി, കാണാതെ പോയ ദ്രഹ്മ കണ്ടു കിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിൻ എന്ന് 24 വാക്യം. നാം തിന്ന് ആനന്ദിക്ക, ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, കാണാതെ പോയതിനെ കണ്ടു കിട്ടുമ്പോൾ എന്തോ സംഭവിക്കുന്നു? എല്ലായിടത്തും ഒരു സന്തോഷം ഉണ്ടാകുന്നു, ഒരു ആനന്ദം ഉണ്ടാകുന്നു. സ്വർഗത്തിൽ സന്തോഷിക്കുന്നു, ഭൂമിയിൽ സന്തോഷിക്കുന്നു, എല്ലാവരും സന്തോഷിക്കുന്നു. അത് തന്നെയാണ് കർത്താവ് പറഞ്ഞത് 15-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. മാനസാന്തരപ്പെടുന്ന പാപിയെ ചൊല്ലി എന്നോർക്കും ദൈവസന്നിധിയില് ആഹ്ലാദമാണ്. 10-ാം വാക്യം വായിച്ചേ സിസ്റ്ററെ. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച്, മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട്. കണ്ടോ? ഒരു പാപി രക്ഷിക്കപ്പെടുമ്പോൾ എന്തോ സംഭവിക്കുന്നു? സ്വർഗസന്നിധിയിൽ, ദൈവസന്നിധി എന്തുണ്ടാകുന്നു? സന്തോഷം, ആനന്ദമുണ്ടാകുന്നു. ഒരിക്കൽ ജോൺസൺ CP ബ്രദർ രക്ഷിക്കപ്പെട്ടപ്പോൾ സ്വർഗസന്നിധി സന്തോഷമുണ്ടായി. ഒരിക്കൽ ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ കരങ്ങൾ ഉയർത്തി കർത്താവിനോട് പറഞ്ഞു, ഇന്നു മുതൽ യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കുമെന്ന്. അന്ന് സ്വർഗത്തിൽ സന്തോഷമുണ്ടായി. അങ്ങനെ ഓരോരുത്തരും രക്ഷിക്കപ്പെടുമ്പോൾ, ഹൃദയം കൊണ്ട് വിശ്വസിച്ചു കഴിയുമ്പോൾ അവരെ ചൊല്ലി സ്വർഗത്തില് ഒരു സന്തോഷമുണ്ടാകുന്നു. അപ്പോൾ യേശു കർത്താവ് വന്നതിന്റെ 1-ാമത്തെ ഉദ്ദേശം എന്താണ്? കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ. Save that which was lost. 2-ാമത്തിലേക്ക് വരാം. യോഹന്നാൻ 10-ാമത്തെ വാക്യം. യോഹന്നാൻ 10-ാമത്തെ വാക്യം അവിടെ വായിക്കുന്നു,
ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനാണ് യേശു കർത്താവ് ഭൂമിയിൽ വായിച്ചത്. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് അടുത്തത്. ജീവൻ ഉണ്ടാകുവാനും ജീവൻ ഉണ്ടാകുവാനും ഞാൻ വന്നിരിക്കുന്നു. സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും അത്രേ യേശു കർത്താവ് വന്നത്. ജീവൻ, സമൃദ്ധിയായ ജീവൻ. എന്തുവാ ജീവൻ എന്ന് പറഞ്ഞാൽ? ലൈഫ്. സമൃദ്ധിയായ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? അബണ്ടന്റ് ലൈഫ്. എന്തുവാ ഇത് തമ്മിലുള്ള വ്യത്യാസം? എന്തുവാ? ജീവൻ എന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള താൽക്കാലികമായ ജീവിതമാണ്. എന്നാൽ സമൃദ്ധിയായ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യജീവനാണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ലൈഫ് ആൻഡ് അബണ്ടന്റ് ലൈഫ്. ജീവൻ എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നതായ അല്പകാലത്തെ ജീവിതമാണ്. നിങ്ങള് സെമിത്തേരിയിൽ കയറണം. സെമിത്തേരി പോകണം. പേടിയുണ്ടോ സെമിത്തേരി പോകുന്നതിന്? സെമിത്തേരി പോകണം. ഇല്ല. പേടിയില്ല അല്ലേ? ആ, പേടി പൊക്കായി കുത്തി പിടിക്കുന്നൊന്നും പേടിയൊന്നുമില്ല. പിശാച് വരുമെന്ന് സാറ് കഴിഞ്ഞ മരിച്ചു പോയി സാറ് കഴിഞ്ഞ പിടിക്കുന്നൊന്നും പ്രാവശ്യം സാറ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഓർത്ത് ചിരി വന്നതാ. സാറ് അവ- ഞാൻ കല്ലറയുടെ മണ്ടേ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് സാറേ. അത് കുടിച്ചിട്ടായിരിക്കും. കരോള് കഴിഞ്ഞ് വന്ന് കല്ലറയുടെ മണ്ടേ കിടന്ന് ഉറങ്ങിയിട്ടുള്ളത്. എന്താ കഴിച്ചിട്ട് വന്നിട്ടാ? കരോള് കരോള് കഴിഞ്ഞ് ആ, ആ, ആ. ആ, അപ്പം ഞാൻ പറഞ്ഞു വരുന്ന വിഷയത്തേക്ക് മറ്റേ എന്തോ ഞാൻ പറഞ്ഞത്. ആ, സെമിത്തേരി പോണം. സെമിത്തേരി പോകുമ്പോൾ കല്ലറയുടെ ആ മുകളിൽ ആ ഫലകം വെച്ചേക്കുന്നിടത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ട് ബോൺ, ജനനം. അത് കഴിഞ്ഞ് പിന്നെ എന്താ? ഒരു ചെറിയ ലൈന്. അത് കഴിഞ്ഞിട്ട് എഴുതുന്നത് ഡെത്ത്, മരണം. നോക്കിക്കേ, ജനനം എന്നുള്ളൊരു 3 അക്ഷരങ്ങളാണ് ഉള്ളത്. മരണത്തിന് എത്ര അക്ഷരമുണ്ട്? 3 അക്ഷരമുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു കൊച്ചു വരയുണ്ട്. ആ വരയ്ക്കാണ് ജീവിതം എന്ന് പറയുന്നത്. 3 അക്ഷരം എന്ന് പറഞ്ഞാൽ ജനനം മുതൽ മരണം വരെ 9 അക്ഷരങ്ങളേ ഉള്ളൂ. ഈ 9 അക്ഷരത്തിന്റെ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ വലുതായിട്ടൊന്നുമില്ല. അതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: അത് 4 വിരൽ നീളമാണ്. 4 വിരൽ. ലോകജീവൻ എന്ന് പറയുന്നത് 4 വിരൽ നീളമാണ്. 70 സംവത്സരമാണ്. ഏറെ ആയാൽ 80 ആണ്. അതുപോലെ തന്നെ നമുക്കറിയാം അത് നെയ്ത്തോടത്തിൻ വേഗത്തിലുള്ളതാണ്. ഇയ്യോബിന്റെ പുസ്തകം 7-ാം അധ്യായം വായിച്ചു നോക്കണം. അവിടെ 2-3 കൂട്ടക്കാർ പറയുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൊച്ചു ലൈനാണ്. ജീവിതം ഒരു കൊച്ചു വര, ഒരു ചെറിയ ഡോട്ട്. അല്പകാലമേ ഉള്ളൂ. ഒരു മനുഷ്യന് മാക്സിമം ഒരു 120 വർഷത്തിൽ കൂടുതലൊന്നും ജീവിച്ചിരിക്കുന്നില്ല. ഉണ്ടോ ഇന്നത്തെ കാലഘട്ടത്തിൽ? 70 സംവത്സരം, ഏറെ ആയാൽ 80. വാസ്തവത്തിൽ കർത്താവ് പറഞ്ഞോ നിങ്ങൾ 80 വർഷം വരെ ജീവിക്കത്തുള്ളത്? ഇല്ല, കർത്താവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല നമ്മൾ 80 വർഷം വരെ ജീവിക്കത്തുള്ളൂ. ഇത് മോശയുടെ ആഗ്രഹമാണ്. മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം, ഏറെ ആയാൽ 80 എന്ന് പറയുന്നത്. എന്നാൽ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് നിത്യജീവിതമാണ്. അബണ്ടന്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇറ്റേണൽ ലൈഫാണ്. എന്നോട് നിങ്ങളൊന്ന് പറഞ്ഞേ, ഇറ്റേണൽ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ? എന്നാ നിത്യത അവസാനിക്കുന്നത്? എന്നാ നിത്യത അവസാനിക്കുന്നത്? അവസാനിക്കുന്നില്ല. അവസാനിക്കുന്നില്ല. അതായത് നിത്യതയെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് ബഹുമാന്യനായ ഫാസ്റ്റർ എം വി ചാക്കോ സാറ് ഒരിക്കൽ ഇങ്ങനെ പറയുവാനിടയായിത്തീർന്നു: ഭൂലോകത്തിൽ 5 വൻ സമുദ്രങ്ങളുണ്ട്. എത്ര ഉണ്ട്? 5 വൻ സമുദ്രങ്ങൾ. ഈ 5 വൻ സമുദ്രങ്ങളെ കൂടെ ഒന്നിച്ചിട്ട ശേഷം ദിവസവും രാവിലെ ഒരു കുരുവി വന്ന്, ഒരു പക്ഷി വന്നിട്ട് അതിന്റെ ചുണ്ടുകൾ കൊണ്ട് ഈ കടലിലെ വെള്ളം കുടിക്കുന്നു. എന്ന് ഈ കടലിലെ വെള്ളം ഈ കുരുവി, പക്ഷി കുടിച്ചു പറ്റിക്കുന്നുവോ അന്നാണ് നിത്യയുടെ അവസാനം എന്ന്. കൊള്ളാം അല്ലേ? നല്ലൊരു വ്യാഖ്യാനം അല്ലേ? നല്ലൊരു വ്യാഖ്യാനം അല്ലേ? അതൊരിക്കലും തീരാൻ പോകുന്നില്ല. പക്ഷിക്ക് എത്ര കുടിച്ചു തീർക്കാൻ ഒക്കും? രാവിലെ മുതൽ വൈകുന്നേരം വരെ കുടിച്ചു തീർത്താലും 2 ഗ്ലാസ് വെള്ളത്തിൽ കൂടുതൽ ഒക്കുവോ? അപ്പം പറഞ്ഞെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്മീയ ജീവൻ എന്ന് പറയുന്നത് നിത്യജീവനാണ്.
എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യനായ ദൈവത്തിന്റെ ജീവൻ പ്രാപിക്കുന്നതാണ് നിത്യജീവൻ. To gain the eternal life of our God is the eternity. അതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ട്, ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും അതിനുവേണ്ടി കർത്താവ് ലോകത്തിലേക്ക് വന്നത്. മൂന്ന്, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാനാണ് യേശു ലോകത്തിലേക്ക് വന്നത്. ആരെങ്കിലും ഒരാൾ വായിച്ചാട്ടോ? 1 യോഹന്നാൻ 3:8 വായിച്ചേ. 1 യോഹന്നാൻ 3:8 വാക്യം. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അപ്പൊ മൂന്നാമത്, ദൈവപുത്രൻ പ്രത്യക്ഷനായ എന്തിനാ? Why he has come? To destroy the works of devil. പിശാചിന്റെ പ്രവർത്തികളെ, അവന്റെ ജോലികളെ നശിപ്പിക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വരുവാനിടയായത്. നമുക്കറിയാം, ദൈവ സൃഷ്ടിയുടെ മകുടമാണ്, കിരീടമാണ് മനുഷ്യൻ. ദൈവസൃഷ്ടിയുടെ മകുടമാണ്, ദൈവത്തിന്റെ തേജസ്സാണ് മനുഷ്യൻ. ദൈവത്തിന്റെ സാദൃശ്യത്തിന് സ്വരൂപത്തിന് സൃഷ്ടിക്കപ്പെട്ടവരാണ് മനുഷ്യൻ. ദൈവത്തിന്റെ ശ്വാസത്താൽ, ജീവനാൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. എന്നാൽ ആ മനുഷ്യനെ ഏതു വിധേനയും ദൈവത്തിൽ നിന്നും, സൃഷ്ടിതാവിൽ നിന്നും അകറ്റുക എന്നതാണ് പിശാചിന്റെ തന്ത്രം. ക്ലിയർ ആയോ? ഏത് വിധേനയും ആരിൽ അകറ്റുക? ദൈവത്തിൽ നിന്ന് അകറ്റുക എന്നുള്ളതാണ് പിശാചിന്റെ ദൗത്യം. നിങ്ങളത് വായിച്ചേ. ആദി ലൂക്കോസ് സുവിശേഷം 13:16 വായിച്ചേ. ലൂക്കോസ് സുവിശേഷം 13:16 വാക്യം. അവിടെ നമുക്കൊരു കാര്യം കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു സ്ത്രീ, എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബ്ബത്ത് നാളിൽ ഈ ബന്ധനം കണ്ടോ? ഇവിടെ വായിക്കുന്നത് സാത്താൻ എത്ര വർഷമാ? 18 വർഷമായി ബന്ധിച്ചിരുന്ന ഇവിടെ ശബത്താന്റെ പേര് പറഞ്ഞ അടിച്ചുവിടാതിരിക്കാൻ ഒക്കുവോ? അവക്ക് നിവരുവാൻ കഴിയുന്നില്ല. നിവർത്തുക എന്നെ കാണാൻ കഴിയത്തുള്ളൂ, ദൈവതേജസ് കാണാൻ കഴിയത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? നിവർന്ന് നിന്നെങ്കിൽ എന്നെ കാണാൻ കഴിയത്തുള്ളൂ, ദൈവത്തിന്റെ ആലയത്തിൽ വരുന്ന ഷെക്കൈനെ കാണാൻ കഴിയത്തുള്ളൂ. ഷെക്കൈന, ദൈവത്തിന്റെ ആത്മാവിനെ കാണാൻ കഴിയത്തുള്ളൂ. പക്ഷെ ഇവൾക്ക് കഴിയുന്നില്ല. എന്താ കാര്യം? കഴിഞ്ഞ 18 വർഷങ്ങളായിട്ട് സാത്താൻ ബന്ധിച്ചിരിക്കുക. അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കണം, നമ്മെ ഓരോ സമയങ്ങളിലായിട്ട് പിശാച് ബന്ധിച്ചിരിക്കുകയായിരുന്നു. ആ ബന്ധനത്തിൽ നിന്ന് അടിച്ചുവിടുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. പ്രൈസ് ദി ലോർഡ്. ആ ബന്ധനത്തിൽ നിന്ന് അടിച്ചുവിടുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വരുവാനിടയായത്. ഇനി വേറൊരു വാക്യം വായിച്ചേ. എന്തോ 13:16 ലൂക്കോസ് 13:16. അടുത്തത് വേറൊരു വാക്യം വായിച്ചേ. 2 കൊരിന്ത്യർ 4:4 വാക്യം. 2 കൊരിന്ത്യർ 4:4 വാക്യം. എല്ലാവർക്കും വായിക്കാം കേട്ടോ. ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ, സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. 2, പിശാച് ചെയ്യുന്ന മറ്റൊരു പ്രവൃത്തി എന്താണ്? അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കുക, ഇടുങ്ങിയ മനസ്സാക്കി തീർക്കുക. സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ, സുവിശേഷം കേൾക്കുക, പക്ഷെ അത് പ്രകാശിക്കപ്പെടുന്നില്ല. വിത്ത് വീണു, പക്ഷെ എന്തൊടുക്കുക? ഞെരുക്കിക്കളയുക. വിത്ത് വീണു, എന്താ ചെയ്യുക? ആ വിത്ത് വേര് ആഴ്ന്നിറങ്ങി കിളിർത്ത് ഫലം കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. വിത്ത് വീണു, അതെവിടെയാ വീണ്? ഹൃദയത്തിൽ വീണില്ല, വഴിയരികില വീണത്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവവചനങ്ങൾ, സത്യങ്ങള് ഉള്ളിലേക്ക് വീണ് അത് പ്രകാശമാകണം.
ആ പ്രകാശമാക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വരുവാനിടയായത്. ഇനി വേറൊരു വാക്യൂടെ 2 കൊരിന്ത്യർ 11:3 വാക്യം. 2 കൊരിന്ത്യർ 11:3 വാക്യം. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ആ ചതിച്ചതുപോലെ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും അപ്പൊ വിട്ട് മൂന്നാമത് ചതിക്കുക. ഓരോരുത്തരെ എങ്ങനെ ചതിക്കണമെന്ന് പിശാചിന് അറിയാം. ഹവ്വായെ പഴം കൊടുത്ത് ചതിക്കാൻ അറിയാം. ആക്കാനെ ശപഥാർപ്പിതം കൊടുത്ത് ചതിക്കാൻ അറിയാം. ദേമാസിനെ ലോകം കൊടുത്ത് ചതിക്കാൻ അറിയാം. ഗേഹസിയെ പണം കൊടുത്ത് സ്യൂട്ട് കേസ് കൊടുത്ത് ചതിക്കാൻ അറിയാം. അല്ലെ? ഓരോരുത്തരെയും എങ്ങനെ ചതിക്കണമെന്ന് അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെ ചതിക്കണമെന്ന് പിശാചിനറിയാം. ഞാൻ പറയുന്നത് സത്യമല്ലേ? ഓരോരുത്തരെയും ചതിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം. എന്ത് VP1 പാസ് എന്ത് ചെയ്യേ? ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടോ? എന്തുവാനാ? ഓരോരുത്തരെയും എങ്ങനെ ചതിക്കണമെന്ന് പിശാചിനറിയാം. അപ്പോൾ പിശാചിന്റെ പ്രവൃത്തിയെ അഴിപ്പാനായിട്ടാണ് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വരുവാനിടയായത്. ഓക്കെ, ഇനി അടുത്തത് ഏറ്റവും അവസാനമായിട്ടൊരു കാര്യം കൂടെ. 4 എബ്രായർ 9:26 വാക്യം. 4 വായിച്ചേ. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽ അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശു ലോകത്തിലേക്ക് പ്രത്യക്ഷനായി. 4 എന്തിനാ യേശു ലോകത്തിലേക്ക് വന്നത്? സ്വന്തം യാഗം കൊണ്ട് പാപത്തിന് പരിഹാരം വരുത്തുക. Put away sin by the sacrifice of himself. സ്വന്തം യാഗം കൊണ്ട് പാപത്തിന് പരിഹാരം വരുത്തുക. എബ്രായർ 9:22 വാക്യത്തിൽ വായിക്കുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. പാപം ചെയ്ത മനുഷ്യനെ രക്ഷിക്കുവാൻ പഴയ നിയമത്തിൽ അല്ലെങ്കിൽ ഇസ്രായേലിയ പ്രമാണത്തിൽ ഒരു ആട്ടുകൊറ്റൻ കൊല്ലപ്പെടണമായിരുന്നു, ഒരു യാഗം നടക്കണമായിരുന്നു. അത് ഓരോ ദിവസവും യാഗങ്ങൾ അർപ്പിച്ചു എന്ന് പറഞ്ഞാൽ താൽക്കാലികമായ രക്ഷയായിരുന്നു. എന്നാൽ യേശു കർത്താവ് കാൽവർ ക്രൂശിൽ യാഗമായതോടുകൂടി ശാശ്വതമായ പരിഹാരം ഉണ്ടാകുവാനിടയായി തീർന്നു. ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുവാൻ ഇടയായിരുന്നു. ഞാൻ ഷേക്സ്പിയറിന്റെ ഒരു കഥ വായിച്ചിട്ടുണ്ട്. ആ പേരുകൾ ഞാൻ മറന്നുപോയി. അതാ ഞാൻ കുറച്ചു നേരം കൊണ്ട് ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ പേരുകൾ മറന്നുപോയി. അതിനകത്തിലെ കഥ ഇങ്ങനെയാണ്. നല്ലൊരു കഥയാണ്. കഥ സാരാംശത്തിലുള്ള പേര് ഞാൻ മറന്നുപോയി. നല്ലൊരു കഥയായിരുന്നു. ഷേക്സ്പിയറിന്റെ കഥയ്ക്കകത്തില്ല. ഞാൻ കോളേജ് അതായത് ഒരു രാജാവിനൊരു സേവകൻ ഉണ്ടായിരുന്നു. ആ സേവകൻ ഒരുപാട് വിജയങ്ങൾ രാജാവിന് വരുത്തി. അവസാനം ഒരു വലിയ വിജയം ഈ സേവകൻ രാജാവിന് നൽകുവാനിടയായി തീർന്നു. അപ്പോൾ രാജാവ് ചോദിച്ചു, ഞാൻ നിനക്ക് എന്താണ് പ്രതിഫലം തരേണ്ടത്? നീ ഇത്രത്തോളം വിജയം, എന്റെ യശസ് വർദ്ധിപ്പിക്കുന്ന കാര്യം നീ ചെയ്തല്ലോ, നിനക്ക് എന്താണ് ഞാൻ തരേണ്ടത് ചോദിച്ചു. അപ്പോൾ ഉടനെ ഈ സേവകൻ തന്റെ ഭാര്യയോട് ആലോചിച്ചു, എന്താണ് ചെയ്യേണ്ടത് ചോദിച്ചു. ഉടനെ ഭാര്യ പറഞ്ഞു, ഇന്ന് രാത്രിയിൽ രാജാവിനെ നമ്മുടെ ഗസ്റ്റായിട്ട് വീട്ടിലേക്ക് വിളിക്കണം. വിളിച്ച ശേഷം അദ്ദേഹത്തിന് ആഹാരം കൊടുക്കണം. മാത്രമല്ല അദ്ദേഹം നമ്മുടെ വീട്ടിലെ അന്തി ഉറങ്ങണം. അതെന്തിനാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതിനകത്തിലൊക്കെ നമ്മുടെ വീട്ടിൽ രാജാവ് വരുന്നത് രാത്രി വിശ്രമിക്കുക എന്ന് പറയുന്നതൊക്കെ ഒരു വലിയ വിജയമാണ്, ഒരു വലിയ നന്മയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ വിളിക്കാൻ പറഞ്ഞു.
ആ പേര് ഉണ്ടായിരുന്ന രസമായിരുന്നു, മറന്നുപോയി. അപ്പം ഇതനുസരിച്ച് ഈ സ്ത്രീ പറഞ്ഞതുപോലെ രാജാവിനെ വീട്ടിലേക്ക് വിളിച്ചു. അന്ന് രാത്രി വിഭവസമൃദ്ധമായ ആഹാരം കൊടുത്തു. രാജാവിന് പറഞ്ഞു, നിങ്ങൾ ഇന്ന് രാത്രി എൻ്റെ വീട്ടിൽ അന്തി ഉറങ്ങണമെന്ന് പറഞ്ഞു. രാജാവ് കേട്ടു. രാത്രിയിൽ ഒരു നല്ല ഉറക്കമധ്യത്തിൽ ഉറക്കമധ്യത്തിൽ ഈ സേനാനായകന്റെ ഭാര്യ ഇദ്ദേഹത്തെ വിളിച്ചു. സേനാനായകനെ വിളിച്ചിട്ട് പിച്ചാത്തി എടുത്ത് പറഞ്ഞു, രാജാവിനെ കുത്തിക്കൊല്ലാൻ പറഞ്ഞു. കഥ വായിച്ചിട്ടുണ്ടോ? അത് കുത്തിക്കൊല്ലാനായിട്ട് ആവശ്യപ്പെട്ടു. അപ്പൊ രാജാവ് ഈ സേനാനായകൻ പറഞ്ഞു, അയ്യോ ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, നീ അത് ചെയ്യണം എന്ന് പറഞ്ഞു. ലാസ്റ്റ് വിറയ്ക്കുന്ന കരങ്ങളോടുകൂടി ഭാര്യയെ ഭയന്ന് യാതൊരു ഗത്യന്തരവുമില്ലാതെ ഇയാൾ പോയി രാജാവിനെ കൊന്നു. കൊന്നതിന് ശേഷം പിച്ചാത്തിയായിട്ട് വരുമ്പോൾ കൈകളിലെല്ലാം രക്തം ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. കത്തിയിൽ രക്തം പറഞ്ഞിരിക്കുകയാണ്. ആ രക്തം പുരണ്ട കൈകളുമായിട്ട് വന്നപ്പോൾ ഈ ഭാര്യ ഒരു കപ്പിനകത്ത് വെള്ളം എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, കൈ കഴുകാൻ പറഞ്ഞു. അപ്പോൾ ഉടനെ ആ മനുഷ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നീ തന്ന ഒരു കപ്പ് വെള്ളത്തിനകത്തിൽ എൻ്റെ കൈകളിൽ പറ്റിയ കറയെ കഴുകിക്കളയാൻ കഴിയും, എന്നാൽ എൻ്റെ ഹൃദയത്തിൽ പറ്റിയ പാപക്കറയെ ആർക്ക് കഴുകിക്കളയുവാൻ കഴിയും? ലേഡി മക്ബത്ത്. യെസ്, എക്സാക്ട്ലി, ലേഡി മക്ബത്ത് എന്നാ കഥയുടെ പേര്. സിസ്റ്റർ പഠിച്ചിട്ടുണ്ടോ കഥ? കോളേജിൽ പഠിപ്പിക്കുന്നതാണ് ഷേക്സ്പിയറിന്റെ കഥ. അപ്പം ലേഡി മക്ബത്തിന്റെ കഥ. അപ്പം ഞാൻ പറഞ്ഞത്, ഹു ക്യാൻ വാഷ് അവേ അവർ സിൻസ്? നത്തിങ് ബട്ട് ദ ബ്ലഡ് ഓഫ് ജീസസ്. അല്ലേ? നമ്മുടെ കൈകൾ കഴുകുവാൻ, നമ്മൾ ചെയ്ത കുറ്റങ്ങൾക്ക് കൈകൾ കഴുകുവാൻ ഒരു കപ്പ് വെള്ളം കൊണ്ട് കഴിഞ്ഞേക്കാം. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ അന്തർലീനമായിരിക്കുന്ന കയറി പറ്റിയ പാപക്കറ കഴുകിക്കളയുവാൻ യേശുവിന്റെ രക്തത്താൽ മാത്രമേ കഴിയുകയുള്ളൂ. നത്തിങ് ബട്ട് ദ ബ്ലഡ് ഓഫ് ജീസസ്. അപ്പോൾ അതാണ് ഇവിടെ മനസ്സിലാക്കുവാൻ കൊണ്ട് സാധിക്കുന്നത്. മനസ്സിലാക്കുക, യേശു ലോകത്തിലേക്ക് വന്നതിന് ഒരുപാട് ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 4 ഞാൻ നിങ്ങളോട് പറഞ്ഞു. 1, കാണാതെ പോയതിനെ തിരഞ്ഞെടുപ്പാൻ യേശു ലോകത്തിലേക്ക് വന്നു. 2, സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും യേശു ലോകത്തിലേക്ക് വന്നു. 3, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ യേശു ലോകത്തിലേക്ക് വന്നു. 4, സ്വന്തം യാഗം കൊണ്ട് പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഈ ലോകത്തിലേക്ക്. അതാണ് യേശുവിന്റെ ഭൂതകാല പ്രത്യക്ഷതയുടെ ഉദ്ദേശമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കൊണ്ട് സാധിക്കുന്നുണ്ട്. യേശു ലോകത്തിലേക്ക് വന്നതിന്റെ ഭൂതകാല ഉദ്ദേശം അതാണ്. സ്തോത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആരെ കാണുന്നില്ലല്ലോ? എല്ലാവരും എന്ത് ചെയ്യേ? എല്ലാവരും ഉണ്ടോ? എന്ത് ഞാൻ ജോൺ പാസ് എന്ത് ചെയ്യേ? നമ്പർ 1 അല്ലേ? നമ്പർ 1 ആണല്ലേ? ജോസഫ് ചാക്കോയെ കാണുന്നില്ല. എനിക്കിവിടെ സുമു സിസ്റ്ററേയും നിമ്മി സിസ്റ്ററേയും മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ, വേറെ ആരെയും കാണാൻ കഴിയുന്നില്ല. സ്തോത്രം. ഇനി കുറച്ച് മിനിറ്റുകളിലൂടെ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ ഭാഗം കൂടെ ചിന്തിച്ചിട്ട് വേഗത്തിൽ അവസാനിപ്പിക്കാം. ഫോണിന്ന് മാറ്റി സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി, അപ്പൊ എല്ലാരും കാണാം. ശരി. എല്ലാരും ഉണ്ട്. അതിനും സമയമില്ല. ഉണ്ട്. ജോസഫ് ചാക്കോയുണ്ട്. സ്തോത്രം. എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു കാര്യം ഞാൻ പറയുന്നു. ഞാൻ ഇന്നലെ രാവിലെ ഹോസ്പിറ്റലായിരുന്നു. എൻ്റെ കാലിന് അല്പം പ്രയാസമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. നല്ല വേദനയിൽ കഴിയുകയാണ്. ഇപ്പോഴും ഞാൻ ഭയങ്കര വേദനയിലാണ് ആയിരിക്കുന്നത്. ഇന്നലെ കാലിൻ്റെ ഭാഗത്തുനിന്ന് കൾച്ചർ ചെയ്തു. ഡോക്ടർ പറഞ്ഞത് അത് പോസിറ്റീവായിരുന്നാൽ കുഴപ്പമൊന്നുമില്ല, നെഗറ്റീവായാൽ ഒരു സർജറിക്ക് ഞാൻ വിധേയനാകണമെന്ന് പറയുവാനിടയായി. സർജറിക്ക് വിധേയനായാൽ 3 മാസം ഞാൻ ഒരേ കിടപ്പ് കിടക്കണം എന്നാണ് ഡോക്ടർ പറയുവാനിടയായത്. അങ്ങനെ ഒരു നിമിഷത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. 3 മാസം ഒരേ രീതി കിടക്കുക എന്ന് പറഞ്ഞാൽ ചാകുന്നതിന് തുല്യമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഓടി നടക്കുന്ന ആളാണ്, ഒരുപാട് ഓടി നടന്ന് കർത്താവിന് വേല ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് എല്ലാവരും ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം അനുവദിച്ചാൽ ഞാൻ വരുന്ന ചൊവ്വാഴ്ച രാത്രിയിൽ ചൊവ്വ, ബുധൻ, വ്യാഴം 3 ദിവസത്തേക്കിന് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഒരു ആവശ്യത്തിന് വേണ്ടി പോവുകയാണ്. നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഡിസംബർ
10-ാം തീയതി 7, 8, 9, 10 അതിൽ 10-ാം തീയതി പ്രധാനമായിട്ട് എനിക്കൊരു ശുശ്രൂഷയുണ്ട്, ഒരു പ്രത്യേക പ്രോഗ്രാമുണ്ട്. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, എല്ലാവരും പ്രാർത്ഥിക്കണം. ഞാൻ പോയിട്ട് വന്നിട്ടൊക്കെ നിങ്ങളോട് റിപ്പോർട്ടൊക്കെ പറയുന്നതായിരിക്കും. ഞാനങ്ങനെ ഒന്നും മറച്ചു വയ്ക്കുന്ന വ്യക്തിയല്ല, എല്ലാം തുറന്നു പറയുന്ന ആളാണ്. അതുകൊണ്ട് 2 കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഓക്കെ, പാസ്റ്റർ ജോസഫ് ചാക്കോ പ്രാർത്ഥിക്കുമല്ലോ? യെസ് സാർ. പ്രാർത്ഥിക്കും. ഇപ്പൊ എസ് പറഞ്ഞു, പിന്നെ മറന്നു പോയില്ലയോ? ഇല്ലില്ല, മറക്കുകയല്ല. പിന്നെ പ്രായത്തിന്റെ ചെറിയ ദൈവാത്മാവിനോട് പറയും, ദൈവാത്മാവിനോട് പറയും ജോസഫ് ചാക്കോ പ്രാർത്ഥിച്ചില്ലെന്ന്. എന്നോട് പറയും. ഞാൻ ഓക്കെ, പ്രാർത്ഥിക്കും. ഓക്കെ. എല്ലാവരും ഇത് പ്രാർത്ഥനയിൽ ഓർക്കണം. ഞാൻ ചൊവ്വാഴ്ച വൈകിട്ട് ശുശ്രൂഷയുടെ ബന്ധത്തിൽ പോവുകയാണ്. അത് കഴിഞ്ഞ് ഡിസംബർ 4 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഒരു പ്രത്യേക പ്രോഗ്രാം ഉണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ. രണ്ടാമത് വർത്തമാനകാല പ്രത്യക്ഷത. വർത്തമാനകാല പ്രത്യക്ഷത നമുക്കറിയാം. എബ്രായ ലേഖനം 9:24 വാക്യം വീണ്ടും വായിക്കാം. എബ്രായ ലേഖനം 9:24 വാക്യം വീണ്ടും ഒരിക്കൽ കൂടെ വായിച്ചാട്ടെ. 9 അതൊന്നുകൂടി പറഞ്ഞ ആ റഫറൻസ് ഒന്നുകൂടി പറയാമോ? എബ്രായ ലേഖനം 9:24. ക്രിസ്തു വാസ്തവമായതിന്റെ ആ, രണ്ടുപേരും നിർത്തിയോ? ഒരാൾ വായി. വായിച്ചു. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധി പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്കത്രേ പ്രവേശിച്ചത്. അപ്പോൾ പിതാവിന്റെ സന്നിധിയിലേക്ക്, ദൈവത്തിന്റെ സന്നിധിയിലേക്കുള്ള യേശു കർത്താവിന്റെ പ്രത്യക്ഷത. ഇതിനെ പറയുന്ന പേരാണ് പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് പ്രവേശിച്ചു എന്നുള്ളത്. എബ്രായ ലേഖനം 7:56 ലൂക്കോസ് 24:51 വാക്യം വായിക്കുമ്പോൾ 24:51 വായിച്ചത്. ലൂക്കോസ് 24:51. അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ട് പിരിഞ്ഞു സ്വർഗാരോഹണം ചെയ്തു. സ്വർഗാരോഹണം ചെയ്തു എന്ന് വായിക്കുന്നു. ഈ സ്വർഗാരോഹണം ചെയ്ത യേശു കർത്താവ് എന്താ ചെയ്തത്? പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു എന്നാണ് വായിക്കുന്നത്. ആ വാക്യം തന്നെ പല ഭാഗങ്ങളായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവ് സ്വർഗാരോഹണാനന്തരം എവിടെ പോയിരുന്നു? പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുവാനിടയായി തീർന്നു. എന്നാൽ അതാണ് എബ്രായ ലേഖനം 1:3 വാക്യത്തെ നമ്മൾ വായിക്കുന്നത്. എബ്രായ ലേഖനം 1:3 വാക്യത്തിൽ വായിക്കുന്നത് സ്വർഗാരോഹണം ചെയ്ത യേശു എവിടെ ഇരിക്കുന്നു? പിതാവിന്റെ വലഭാഗത്തായിട്ട് ഇരിക്കുന്നു. എന്നാൽ നമ്മൾ വായിക്കുന്നത് ഈ വലഭാഗത്തേക്ക് ഇരുന്നതായ യേശു കർത്താവ് തന്റെ ഭക്തനായ, തന്റെ ദാസനായിരുന്ന, തന്റെ ശിഷ്യനായിരുന്ന സ്തേഫാനോസ് പീഡനം അനുഭവിച്ചപ്പോൾ പിതാവിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ മക്കൾ കഷ്ടത അനുഭവിക്കുമ്പോൾ രക്ഷകനായ കർത്താവിന് ഒരിക്കലും അത് കണ്ടുകൊണ്ട് നിർജീവനായി പ്രവർത്തനരഹിതനായിട്ട് ഒരിടത്തിരിക്കുവാൻ കഴിയുകയില്ല. ഞാനും നിങ്ങൾ കഷ്ടമനുഭവിക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടി പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നവനാണ് യേശു കർത്താവ് എന്ന് മനസ്സിലാക്കുവാൻ കൊണ്ട് കഴിയുന്നു. ഓക്കെ, അപ്പോൾ പിതാവിന്റെ വലത്ത് ഭാഗത്ത് യേശു കർത്താവ് ഇരുന്നു. എബ്രായർ 1:3 വാക്യം. എന്നാൽ ദൈവസഭ, ദൈവത്തിന്റെ ജനങ്ങൾ പീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ, കഷ്ടങ്ങൾ അനുഭവിക്കുമ്പോൾ എന്ത് ചെയ്യാണ്? യേശു കർത്താവ് പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതായിട്ട് കാണും. അടുത്ത ചോദ്യം, അതാണ് ഏറ്റവും അധികമായിട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ യേശു കർത്താവ് പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു കൊണ്ട് നമ്മൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്?
യേശു കർത്താവ് ഇപ്പോൾ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? പക്ഷപാതം ഒറ്റ കാര്യം എന്താണ് താൻ ചെയ്യുന്നത്? പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്ന് തന്റെ ജനത്തിന് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുകയാണ് ചെയ്യുന്നത്. He became the mediator for us. നമുക്ക് വേണ്ടി എന്ത് ചെയ്യാണ്? മധ്യസ്ഥത അണയ്ക്കുകയാണ്. 1 തിമോഥെയോസ് 2:5 വാക്യം നമ്മൾ വായിക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ദൈവം ഒരുവനല്ലോ, ദൈവത്തിന് മനുഷ്യർക്ക് മധ്യസ്ഥൻ ഒരുവൻ തന്നെ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ എന്ന് കാണുന്നു. അപ്പോൾ യേശു കർത്താവ് ഇപ്പോൾ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുക? പിതാവിന്റെ വലത്ത് ഭാഗത്ത് പ്രത്യക്ഷനായിട്ട് ദൈവസഭയ്ക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥത അണയ്ക്കുകയാണ്. അതേത് റവറൻസാ? 1 തിമോഥെയോസ് 2:5. 1 തിമോഥെയോസ് 2:5 വാക്യം. വേറൊരു വാക്യം എബ്രായർ 9:15 വാക്യം വായിക്കുമ്പോൾ, എബ്രായർ 9:15 അവിടെ വായിക്കുമ്പോൾ യേശു ക്രിസ്തു പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാണ്. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാണ് യേശു കർത്താവ്. അതായത് മനുഷ്യൻ പാപം ചെയ്തതിനാൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. മനുഷ്യൻ പാപം ചെയ്തതിനാൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അശുദ്ധനായ മനുഷ്യനെ, അനുസരണക്കെട്ട മനുഷ്യനെ, പാപിയായ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുക എന്നുള്ളതാണ് യേശു ക്രിസ്തു ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, യേശു കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ ഒരിക്കൽ പത്രോസിനോട് പറഞ്ഞു, ശീമോനെ ശീമോനെ, സാത്താൻ നിന്നെ കോതമ്പ് പോലെ മാറ്റേണ്ടതിന് എന്നോട് ആലോചന ചോദിച്ചു. എന്നാൽ ഞാൻ നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു, പിതാവിനോട് അപേക്ഷിച്ചു എന്ന് കാണുന്നു. അപ്പോൾ മനുഷ്യവർഗത്തിന് വേണ്ടി ഇന്നും മധ്യസ്ഥ അണയ്ക്കുന്ന ഏക മധ്യസ്ഥനാണ് യേശു കർത്താവ് എന്ന് മനസ്സിലാക്കുവാൻ കൊണ്ട് സാധിക്കും. യേശു മാത്രമാണ് ഏക മധ്യസ്ഥൻ. യേശു മാത്രമാണ് ഏക മധ്യസ്ഥൻ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനിയും നമുക്കറിയാം, സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ യേശുവിന്റെ നിരവധി പ്രാർത്ഥനകളെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. അതിലൊന്നാണ് യേശു പഠിപ്പിച്ച പ്രാർത്ഥന. ആരെ പഠിപ്പിച്ചു? ശിഷ്യന്മാരെ. അതങ്ങനെ തുടങ്ങുന്നത് എങ്ങനെയാ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. അത് the prayer that which was taught by Jesus Christ. യേശു പഠിപ്പിച്ച പ്രാർത്ഥന ഒന്ന് ചൊല്ലിയത് കൊണ്ട് കുഴപ്പത്തിലുണ്ടോ? യേശു പഠിപ്പിച്ച പ്രാർത്ഥനയെ നമ്മൾ ഉരുവിട്ടത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, ഒരിക്കലും കുഴപ്പമില്ല. നമ്മള് പള്ളിയിൽ പറയുന്ന ഒരു വാക്കാണ് കുറിയലായിസോൻ. കുറിയലായിസോൻ കേട്ടിട്ടുണ്ടോ വാക്ക്? കുറിയലായിസോൻ 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 കേട്ടോ വാക്ക്? കുറിയലായിസോൻ. ഈ കുറിയലായിസോൻ എന്ന വാക്ക് നമ്മളൊന്ന് പറഞ്ഞ ദോഷമാണ്. നമുക്ക് അതിന്റെ അർത്ഥം അറിയാത്തതുകൊണ്ട് നമ്മൾ പറയുന്നത് ദോഷമായിട്ട് പറയുന്നത്. എന്തുവാ കുറിയലായിസോൻ എന്ന് പറഞ്ഞാൽ? ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, കരുണ തോന്നണമേ എന്നാണ്. അപ്പൊ നമ്മൾ കുറിയലായിസോൻ എന്ന് പറഞ്ഞതിൽ ഒരു ദോഷവുമില്ല. മേരാ ഗുദാവന്തി എന്ന് പറഞ്ഞാൽ തെറ്റെന്തെങ്കിലും ഉണ്ടോ? ഗുജറാത്തിയാണ് മേരാ ഗുദാവന്തി. ഈശ്വർ തെറ്റുണ്ടോ? പക്ഷെ അള്ളാഹ് പറയരുത്, അത് തെറ്റാ. അള്ളാഹ് ഒരു മനുഷ്യനാ. ഈശ്വർ തെറ്റൊന്നുമില്ല. ദൈവമെന്നാണ് ഈശ്വർ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള വാക്ക് ഉരുവിടാൻ പഠിക്കുന്നു. അത് നമുക്ക് ഒരു ചതുർത്ഥി കണ്ടതുപോലെ നമ്മൾ അത് കാണുന്നത്. എടാ, ആ വാക്യം ഒന്ന് ചൊല്ലിച്ചില്ല, എന്ത് ദോഷമുള്ളത്? ഒരു ദോഷവുമില്ല.
വേദപുസ്തകത്തിലെ വാക്യമല്ലേ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നിന്റെ രാജ്യം നാം വാഴ്ത്തപ്പെടുവാനാകട്ടെ. അങ്ങനെ കൂടി ചൊല്ലുന്നതിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ യേശു പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്, അതാണ് ഈ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ളത്. എന്നാൽ രണ്ടാമത് ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയുണ്ട്, അതാണ് യേശുവിൻ്റെ പൗരോഹിത്യ പ്രാർത്ഥന. യേശുവിൻ്റെ പൗരോഹിത്യ പ്രാർത്ഥന, പൗരോഹിത്യ അല്ലെങ്കിൽ ദ പ്രീസ്റ്റ്ലി പ്രയർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യ പ്രാർത്ഥന അതെവിടെയാണ് കാണുന്നത്? യോഹന്നാൻ 17. യോഹന്നാൻ 17-ാം അധ്യായത്തില്. അവിടെ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാർക്കായി പല പ്രാവശ്യം മധ്യസ്ഥണയ്ക്കുന്നത് കാണും. പൗരോഹിത്യ പ്രാർത്ഥനയിൽ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി അനവധി തവണ മധ്യസ്ഥണയ്ക്കുന്നത് വായിക്കുന്നത്. ഒന്ന് വായിക്കണമേ, ചില വാക്യങ്ങൾ വായിക്കണേ. 17-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യം, 17:9 പെട്ടെന്ന് വായിക്കാം. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ലോകത്തിന് വേണ്ടിയല്ല, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. അപ്പൊ ഒന്ന്, യേശു അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, അവർക്ക് വേണ്ടി അണയ്ക്കുന്നു. എന്തിനാ? നീ എനിക്കുള്ളവനായിരിക്കുന്ന പോലെ അവർ നിനക്കുള്ളവരായി തീരണം. കണ്ടോ? അതാണ് ഒന്നാമത്തെ പ്രാർത്ഥനയുടെ ഉദ്ദേശം. നാം അവർക്ക് അവനുള്ളവനായി തീരണം. അതാണ് ഒന്നാമത്. രണ്ടാമത് 11-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 17:11. 17:11 കേൾക്കാൻ വയ്യ. ഇനി ഞാൻ ലോകത്തിലിരിക്കുന്നില്ല, ഇവരോ ലോകത്തിലിരിക്കുന്നു. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന്. രണ്ട്, എന്തിനുവേണ്ടി യേശു മധ്യസ്ഥ അടയ്ക്കുന്നത്? നമ്മെ പോലെ, ഞാനും പിതാവ് ഒന്നായിരിക്കുന്ന പോലെ അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് വേണ്ടിയിട്ട്. ഫോർ ദി യൂണിറ്റി ഓഫ് ദി ചർച്ച്. ഫോർ ദി യൂണിറ്റി ഓഫ് ദി ചർച്ച്. മൂന്നാമത് 15-ാമത്തെ വാക്യം വായിച്ചു. ഒന്നുകൂടെ പറയാവോ സാറേ? ആദ്യത്തെ 17-9 വാക്യം. അതെന്തിനു വേണ്ടി? 17:9 വായില്ലേ? ലോകത്തിന് വേണ്ടിയല്ല, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടി എത്രയും ഞാൻ അപേക്ഷിക്കുന്നത്. അപ്പം അതായത് ഒന്നാമത് യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ശിഷ്യന്മാർ ദൈവത്തിനുള്ളവരായി തീരുക. ടു ബിക്കം ജസ്റ്റ് ലൈക്ക് ഗോഡ്. ഒരിക്കലും ഗോഡ് ആകാനായിട്ടല്ല പ്രാർത്ഥിക്കുന്നത്. ക്രിസ്തു എന്ന തലയോളം വളരുക, ക്രിസ്തുവിൽ സമ്പൂർണ്ണത പ്രാപിക്കുക. അതാണ് കർത്താവ് പ്രാർത്ഥിച്ചത് ഒന്നാമത്തെ ഉദ്ദേശം. രണ്ട്, നമ്മെ പോലെ അവരെന്തായിരിക്കണം? ഒന്നായിത്തീരണം. യൂണിറ്റി. ഇന്ന് എല്ലായിടത്തും യൂണിയൻ ഉണ്ട്, പക്ഷെ എന്തോ ഇല്ല, യൂണിറ്റി ഇല്ല. പ്രത്യേകാൽ പണ്ടാരോ ഒരു ദിവസം പറഞ്ഞ ഇച്ചിരി കട്ടിയാ പറയുന്നത്, എങ്കിലും ഞാനങ്ങ് പറയുക, ദൈവമക്കൾക്കും നായ്ക്കൾക്കും ഉള്ളു യൂണിറ്റി ഇല്ലാത്തത്. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയുന്നില്ല. ഒരു ദിവസം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതാ, ഞാനത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് യൂണിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. എന്തിനു വേണ്ടിയാണ് യൂണിറ്റി വേണ്ടത്? ഒന്നാകേണ്ടത്. എന്തിനു വേണ്ടി യൂണിറ്റി വേണ്ടത്? സന്തോഷം പൂർണ്ണമാകേണ്ടതിന്. ദൈവം ഇത് വായിക്കുന്നുണ്ട്. ഫിലിപ്പിയയിലെ 2-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. ഒന്ന് വായിക്കാമോ വാക്യം? ഫിലിപ്പിയർ 2:1 ഒന്ന് വായിക്കാമോ? ഫിലിപ്പിയർ 2:1. ഫിലിപ്പിയർ 2:1 വാക്യത്തില് വായിക്കുന്നു, വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കണമെന്ന്. എന്തിനാ യൂണിറ്റി? ദൈവമക്കളുടെ സന്തോഷം പൂർണ്ണമാകാൻ. മനസ്സിലായോ? ഒരു പാസ്റ്റർക്ക് നിങ്ങൾ എന്തെല്ലാം കൊടുത്താലും സഭ ഐക്യതയില്ലെങ്കിൽ ഒരു പ്രയോജനവും ഇല്ല. ഉണ്ടോ? ഞാൻ വസ്തു പറയാം.
ഒരിക്കലും ദൈവാസൻ വലിയ പ്രശ്നമുള്ള സഭയില് അങ്ങ് സഹിയട്ടു. ഞാൻ പ്രസംഗിച്ച് നോക്കി, സ്നേഹിച്ചു നോക്കി, കരുതി നോക്കി, എങ്ങനെയൊക്കെ ആയിട്ടും ഈ വിശ്വാസികള് ഒന്നാകുന്നില്ല. ഒരു അർദ്ധരാത്രിയിൽ അദ്ദേഹം എഴുന്നേറ്റു, ഈ ദൈവാസൻ എഴുന്നേറ്റു, 2 കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നാ ഞാൻ കേട്ടിട്ടുള്ളത്: കർത്താവേ, നീ കാൽവരി ക്രൂശിൽ മരിച്ചു എന്നുള്ള സത്യമാ, പക്ഷെ നീ സഭാചാർജ് എടുത്തിരുന്നില്ലല്ലോ എന്ന്. മനസ്സിലായോ പറഞ്ഞത്? കാൽവരി ക്രൂശിൽ മരിക്കുന്നതിനേക്കാൾ കഷ്ടമായത് സഭാചാർജ് എന്നാണ് ആ ദൈവാസം പറയാനിടയായത്. അപ്പൊ ദൈവാസന് സന്തോഷം വേണമെങ്കിൽ എന്തോ വേണം? സഭ ഐക്യതയിൽ പോകണം, സഭ ഐക്യതയിൽ പോകണം. എന്റെ സന്തോഷം പൂർണ്ണമാക്കുകയും. ഇനിയും റോമാലേഖനം 15:5 വാക്യം വായിച്ചേ. റോമർ 15:5 വാക്യം. എന്നാൽ നിങ്ങൾ ഐക്യമത്യപ്പെട്ട് നമ്മുടെ ആ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ ഒരു വായിനാൽ ഏക മനസ്സോടെ ഒരു വായിനാൽ മഹത്വീകരിക്കപ്പെടേണ്ടത്. മഹത്വീകരിക്കാൻ വേണ്ടി. കേട്ടോ, എന്തിനാ ഐക്യത? ഏക മനസ്സോടെ ഒരു വായിനാൽ കർത്താവിനെ മഹത്വപ്പെടുത്താൻ. നിമി സിസ്റ്ററെ, നിങ്ങളുടെ വീട്ടില് ബീൻസിന്റെ തോരൻ ഉണ്ടാക്കത്തില്ലേ? ബീൻസ് മാത്രമാണെങ്കിൽ തോരൻ ശരിയാവുമോ? ഇല്ല, തേങ്ങ വേണം, തേങ്ങ വേണം, പിന്നെ പച്ചമുളക് വേണം, പച്ചമുളക് വേണം, ഉള്ളി ഇഞ്ചി വേണം, വേണം, വെളിച്ചെണ്ണ വേണം, കടുക് വേണം, വെളിച്ചെണ്ണ വേണം, കടുക് വേണം, എല്ലാം വേണം. ഇതെല്ലാം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ എന്താകത്തുള്ളൂ? തോരനാകത്തുള്ളൂ. അതിന് പകരം ജോസഫ് ഞാൻ ചോറുണ്ണാൻ വന്നപ്പോൾ നിമി സിസ്റ്റർ പച്ചമുളക് കൊണ്ട് മാത്രം ഒരു തോരൻ ഉണ്ടാക്കി കൊടുത്തു. എങ്ങനെ ഇരിക്കും? അടിപൊളിയാ. അടിപൊളി. ആർക്കാ? നിമി സിസ്റ്റർക്കോ? സുമേന്റി കഴിക്കും അത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? പച്ചമുളക് മാത്രമാണെങ്കിൽ ഒക്കത്തില്ല, ഇഞ്ചി മാത്രമാണെങ്കിൽ ഒക്കത്തില്ല. ഇഞ്ചിയുടെ സ്വഭാവം വേറെ, പച്ചമുളകിന്റെ സ്വഭാവം വേറെ, പിന്നെ ബീൻസിന്റെ സ്വഭാവം ഒരു ഗുണവുമില്ലാത്ത സാധനമാക്കി ബീൻസ്. എല്ലാത്തിന്റെ സ്വഭാവം വേറെയാ. എന്നാൽ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള ഈ ഐറ്റംസ് എല്ലാം കൂടെ ഒന്നിച്ച് വന്നിട്ട് ചൂട് കയറ്റി ഒരു തോരൻ ഉണ്ടാക്കിയാൽ വേറെ ഒന്നും വേണ്ട, ഒരിടക്കടി ചോറുണ്ടാൻ വെക്കും. ഒക്കത്തില്ലേ? അതേസമയം പച്ചമുളക് മാത്രമാണെങ്കിൽ എങ്ങനെ ഇരിക്കും? അല്ലേ സുമ സിസ്റ്ററെ? ബീൻസ് മാത്രമാണെങ്കിൽ എങ്ങനെ ഇരിക്കും? എന്തെങ്കിലും ഗുണമുണ്ടോ? എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. ഒരു വായിനാൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ. നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, ഒരു സഭയുടെ യോഗത്തിന് ഡ്രം സെറ്റ് ഉണ്ട്, വയലിനുണ്ട്, ഗിത്താറുണ്ട്, ട്രിപ്പിളുണ്ട്. എല്ലാത്തിന്റെയും ശബ്ദങ്ങൾ വ്യത്യസ്തമാണ്. എന്നാൽ ഈ ശബ്ദങ്ങളെല്ലാം കൂടെ ഒന്നിച്ചാകുമ്പോഴോ എത്ര മനോഹരമാ അല്ലേ? എത്ര മനോഹരമാ! ആ സഭായോഗം വളരെ അനുഗ്രഹമായി തീരും. ഒറ്റ വാക്യം കൂടെ 131 സങ്കീർത്തനം 1-ാമത്തെ വാക്യം വായിച്ചേ. 131 സങ്കീർത്തനം 1-ാമത്തെ വാക്യം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര മനോഹരവുമാണ്. ഇതാ സഹോദരന്മാർ പാലയ്ക്ക വിരിച്ചിരിക്കുന്നത് പോലെ വിരിച്ചിരിക്കുന്നത്. അങ്ങനെയാണോ വിരിക്കുന്നത്? ഒരിക്കലുമല്ല. അപ്പം 2 യേശു അപേക്ഷിച്ചത് മധ്യസ്ഥാനം ചെയ്യുന്നതിന് വേണ്ടി, ശിഷ്യന്മാര് ഒന്നാകുന്നതിന് വേണ്ടി. 3-ാമത് വായിച്ചേ. അതിന് 15-ാമത്തെ വാക്യം വായിക്കാം. 17-15 15-ാമത്തെ വാക്യം. അവരെ ലോകത്തിൽ എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ യേശു അതിനു വേണ്ടി മധ്യസ്ഥണിച്ചത്. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, എന്തിനു വേണ്ടിയാ പ്രാർത്ഥിച്ചത്? ദുഷ്ടന്റെ കയ്യിൽ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ അവരെ സൂക്ഷിക്കണമേ. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ അവരെ സൂക്ഷിക്കണമേ. നിങ്ങൾക്കറിയാമോ,
സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ 1-ാം സങ്കീർത്തനം വായിക്കുന്നത് എങ്ങനെയാണ്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ. ഇരിക്കാതെ. അതെ അല്ലേ? ഇവരാരാ മൂത്തത്? ദുഷ്ടനാണോ, പാപിയാണോ, പരിഹാസിയാണോ? എല്ലാം കണക്ക്. മിസ് സിസ്റ്ററെ ഒന്ന് പറഞ്ഞേ, സുമ സിസ്റ്റർ പറഞ്ഞേ, ആരാ ഇവരുടെ മൂത്തത്? ദുഷ്ടനാണോ, പാപിയാണോ, പരിഹാസിയാണോ? 3 പേരും. ഏ 3 പേരും കണക്ക്. ആ, എന്റെ ഭാഷയെ പറഞ്ഞാൽ ദുഷ്ടൻ SSLC-ക്കാരനും പാപി പ്രീ ഡിഗ്രിക്കാരനും പരിഹാസി ഡിഗ്രിക്കാരനുമാ. അപ്പൊ ഇവരാരാ ഏറ്റവും മൂത്തത്? ഡിഗ്രി. ഡിഗ്രിക്കാരല്ലേ? യേശു കർത്താവ് പറഞ്ഞു, ലോകത്തിന് എടുക്കാൻ വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, പിന്നെ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? അവർ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി. ഇനി അടുത്ത 17-ാമത്തെ വാക്യം വായിച്ചേ. 17-ാമത്തെ വാക്യം. എത്ര അധ്യായം? 17-ാം അധ്യായം, 17-ാമത്തെ വാക്യം. സങ്കീർത്തനം. ഓ, യോഹന്നാണ് അവർ ലൗകികന്മാരല്ല, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. ഒന്ന് വായിച്ച സിസ്റ്റർ. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല, അസത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം. അടുത്ത യേശു കർത്താവ് പ്രാർത്ഥിച്ചെന്തുവാ? സത്യത്താൽ, വചനത്താൽ അവരെ ശുദ്ധീകരിക്കണമേ എന്നുള്ളതിന് വേണ്ടിയാണ്. വചനത്താൽ ശുദ്ധീകരിക്കണമേ. ഇത് ഓൺലൈൻ ക്ലാസ് ആണ് അല്ലേ? എല്ലാവർക്കും ഓൺലൈൻ ഒരു കട്ടക്കാപ്പി തരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ തൊണ്ട പൊട്ടുന്നു, വേദന എടുക്കുന്നു. അതിൻ്റെ ഭാര്യ എനിക്ക് കട്ടക്കാപ്പി എഴുതി കൊടുത്തു. അപ്പം എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഓൺലൈൻ കാപ്പി തരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ സാധിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ വായിക്കുന്നത് എന്തുവാ? നമ്മൾ 4-ാമത് വായിച്ചത് എന്തുവാണ്? വചനത്താൽ ശുദ്ധീകരണം പ്രാപിക്കണം. നിങ്ങൾക്കറിയാമോ, നമുക്ക് ശുദ്ധീകരണം പ്രാപിക്കുവാനുള്ള 3 മാധ്യമങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാ? രക്തത്താൽ ശുദ്ധീകരണം, രക്തത്താൽ, 2 വചനത്താൽ, 3 സ്വന്തം സാക്ഷ്യത്താൽ. സ്വന്തം സാക്ഷ്യത്താൽ, ഓൺ ടെസ്റ്റിമണി. അപ്പൊ നോക്കിക്കേ, 4-ാമതാണ് അവസാനമായിട്ട് ഒരു കാര്യം കൂടെ യേശു മധ്യസ്ഥ അണച്ചു. 24-ാമത്തെ വാക്യം, 17-24. 17-ാം അധ്യായം 24-ാമത്തെ വാക്യം. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കുക കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. കണ്ടോ, 5-ാമത് യേശു കർത്താവ് മധ്യസ്ഥ അണയ്ക്കുന്നത് ഒരു വലിയ കാര്യത്തിന് വേണ്ടിയാ. ഞാൻ ഇരിക്കുന്ന സ്ഥാനത്ത് അവരും ഇരിക്കേണ്ടതിന് വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓട്ടവും അധ്വാനവും ഒന്നും വൃഥാവായി തീരരുത്. പിതാവിന്റെ വലത്ത് ഭാഗത്ത് പുത്രൻ തമ്പുരാൻ ഇരിക്കുന്നത് പോലെ നമ്മെയും പിതാവിനോടൊപ്പം, കർത്താവിനോടൊപ്പം ഇരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ. ഞാൻ നിങ്ങൾക്കായിട്ട് ഭവനം ഒരുക്കുവാനായിട്ട് പോകുന്നു. ഞാൻ ഇന്ന് രാത്രിയിൽ 5 കാര്യങ്ങൾ പറഞ്ഞു. യേശുവിന്റെ മധ്യസ്ഥത 5 കാര്യം. നിങ്ങൾക്ക് 5 കിട്ടിയോ? 5 പോയിന്റ് കിട്ടിയോ? കിട്ടി. 5 നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് അറിയണോ? നാളെ രാത്രി ഞങ്ങളുടെ സഭയുടെ പ്രാർത്ഥനയാണ്. കോട്ടേജ് മീറ്റിംഗാ. നാളെ രാത്രി ഞാൻ പ്രസംഗിക്കാൻ തയ്യാറാക്കി വെച്ച പ്രസംഗമാണ് ഈ തന്നത്. ആരാധനയ്ക്ക് അടിച്ചോളാം ഞങ്ങള്. അടിച്ചോ. ആരാധനയ്ക്ക് നാളെ രാവിലെ പറഞ്ഞു. എന്നിട്ട് പറയരുത് സജി സാർ നിങ്ങളുടെ തല്ലിക്കൊണ്ട് പോയെന്ന്. നാളെ രാത്രിയിലാണ് ഞങ്ങൾക്ക് സഭയുടെ പ്രാർത്ഥനയുള്ളത്. അപ്പം ഇത് നാളെ രാത്രി പ്രസംഗിക്കണമെന്ന് വിചാരിച്ച് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വിഷയമാണ്. നല്ലൊരു വചന സൂക്ഷിയാണെന്ന് എനിക്ക് തോന്നുന്നു. നല്ല ചില വാക്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ പറയണം, പ്രസംഗിക്കണം. നല്ല കാര്യങ്ങളാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഇനിയും ഞാൻ അല്പകാര്യോട് പറഞ്ഞ ശേഷം ഞാൻ അവസാനിപ്പിക്കാം. അതായത്
ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പൗരോഹിത്യ സഭകളിൽ, അതായത് എപ്പിസ്കോപ്പൽ സഭകളിൽ, ഏതാ എപ്പിസ്കോപ്പൽ സഭകൾ എന്ന് പറയുന്നത്? പൗരോഹിത്യ സഭ എന്ന് പറയുന്നത് ഏതാണ്? ഇത് പള്ളികള്, മർത്തമക്കാരും യാക്കോബക്കാരും ഓർത്തഡോക്സുകാരും അങ്ങനെയുള്ള എല്ലാ സഭകളും. പൗരോഹിത്യ സഭകള്, ചില സഭകൾ ഒഴിച്ച് ഒട്ടുമുക്കാൽ പൗരോഹിത്യ സഭകളെല്ലാം യേശു ക്രിസ്തുവിന്റെ സ്ഥാനം പുണ്യവാളന്മാർ കൈവശമാക്കുവാനിടയായി. യേശു ക്രിസ്തു സ്ഥാനം ആര് കൈവശമാക്കി? പുണ്യവാളന്മാരെ കൈവശപ്പെടുത്തിക്കുന്നു. ഇത് വചനവിരുദ്ധമാണ്. അവർ പഠിപ്പിക്കുന്നത് മരിച്ചുപോയ അസംഖ്യം വിശുദ്ധന്മാർ സഭയുടെ കാവൽ പിതാക്കന്മാരാണ്, സഭയുടെ കാവൽ മാലാഖമാരാണ്. ശരിയാണോ അത്? അല്ല. അവർക്ക് എങ്ങനെ കാവൽ ചെയ്യാനായിരിക്കുന്നത്? ഞാൻ എൻ്റെ സഭയെ പണിയെന്ന് പറഞ്ഞ കർത്താവിനെ ഉപേക്ഷിച്ചിട്ട് ഈ അണ്ണന്മാരെല്ലാം കൂടെ കാവൽ ചെയ്യുക സാധിക്കുമോ അത്? ഇനി അടുത്തൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ മരിച്ചുപോയവരെ ചില പ്രത്യേക ചടങ്ങുകളിലൂടെ ജീവനോടിരിക്കുന്നവർ വിശുദ്ധന്മാരായിട്ട് പ്രഖ്യാപിക്കുക, അല്ലേ? ഈ മരിച്ചുപോയവരെ ചില നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ചില വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഇവരെ ആരായിട്ട് പ്രഖ്യാപിക്കുക? വിശുദ്ധന്മാരായിട്ട് പ്രഖ്യാപിക്കുക. എനിക്ക് രസകരമായി തോന്നിയ സംഗതി ഞാൻ പറയാം, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. പോപ്പിനെ വിളിക്കുന്ന പേരാണ് മാർ പാപ്പ. എന്താ ഈ മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലത്തീൻ പദമാണ്. മാർ എന്ന വാക്കിന് അർത്ഥം എന്തുവാ? മാർ എന്ന വാക്കിന് അർത്ഥം എന്തുവാ? ലത്തീൻ പദം എന്തുവാ അതിനർത്ഥം? മാർ എന്ന വാക്കിനർത്ഥം വിശുദ്ധനാണ്. അപ്പോൾ പോപ്പ്, മാർ പാപ്പ എന്ന് പറഞ്ഞാൽ വിശുദ്ധ പിതാവേന. അപ്പൊ ഇയാൾ ആരാ? മാർപ്പാപ്പ ആരാ? വിശുദ്ധ പിതാവ്, വിശുദ്ധനല്ലേ, അല്ലേ? ഇനി ആരെങ്കിലും വിശുദ്ധനാക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല, ഇല്ല. പിന്നെന്തിനാ ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായിരുന്നു, അല്ലേ? ഈ ജോൺ പോൾ രണ്ടാമന് എന്തിനാ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത്? അപ്പൊ അതിനകത്ത് ഒരു കാര്യം വ്യക്തമാ, അദ്ദേഹം വിശുദ്ധനല്ലായിരുന്നു വ്യക്തമാ. അദ്ദേഹം വിശുദ്ധനല്ലാഞ്ഞുകൊണ്ടല്ലയോ ഇദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നത്? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്തോ ഒരു വചനവിരുദ്ധമായ കാര്യമാണ്, ഇല്ലേ? അതിനകത്തേക്ക് യാതൊരു അർത്ഥവുമില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മരിച്ചു കഴിയുമ്പോഴല്ല ഇവരെ ആരെയും കാവൽ മാലാഖമാരോ പിതാക്കന്മാരോ ആയിട്ടോ പ്രഖ്യാപിക്കേണ്ടത്. ജീവനോടിരിക്കുമ്പോഴാണ് നാം വിശുദ്ധന്മാരായിത്തീരുന്നത്. ഒരു വാക്യം നിങ്ങൾക്കൊന്ന് വായിക്കാമോ? എബ്രായർ ലേഖനം 11-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. അവിടെ ഇങ്ങനെ വായിക്കുന്നു, എടുക്കപ്പെടുന്നതിന് മുൻപേ നാം സാക്ഷ്യം പ്രാപിക്കണം. വായിച്ചത് എബ്രായർ ലേഖനം 11-ന്റെ 6-ാമത്തെ വാക്യം. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട്, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. വിശ്വസിക്കേണ്ടതാണല്ലയോ? അടുത്തോട് വായിച്ചോട്ടെ. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവരെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി കൊണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അടുത്ത വാക്യം ഹാനോക്കിനെ കുറിച്ചല്ലേ? ഹാനോക്ക് എത്രാമത്തെ വാക്യ? ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവന് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് എടുക്കപ്പെടുന്നതിന് മുൻപ് സാക്ഷ്യം പ്രാപിച്ചു. ഇവിടെ ഇപ്പം 16 പേരുണ്ടായിരുന്നു, 4 പേരെ കാണാനില്ല, 12 പേരെ ശേഷിച്ചു. അതിന്റെ അർത്ഥം 4 പേര് എടുക്കപ്പെട്ടെന്നാണോ? ആരൊക്കെയാ പോയത്? ലെഫ്റ്റ് ഔട്ട് ആയത്? ഇപ്പൊ ഒരാളൂടെ പോയി. 5 പേര്
ഔട്ടായി. ഞാൻ നിർത്താൻ പോവാം. കാരണം ഓരോരുത്തരോരുത്തരിങ്ങനെ പൊടിയതിനേക്കാൾ നല്ലതാണല്ലോ ഞാൻ നേരത്തെ അങ്ങ് നിർത്തിയേക്കാവുന്നത്. അപ്പം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഞാനൊരു കാര്യം പറയാം. യേശു കർത്താവാണ് നമ്മുടെ ഏക മധ്യസ്ഥൻ. പരിമല തിരുമേനിയല്ല നമ്മുടെ മധ്യസ്ഥൻ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ചാവാറായ അച്ഛനല്ല നമ്മുടെ മധ്യസ്ഥൻ. അവരൊക്കെ നല്ല മനുഷ്യരായിരുന്നു. പരിമല തിരുമേനി, കൊച്ചു തിരുമേനി എന്നാണ് വിളിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ബയോഗ്രഫി ഇത് വായിക്കണം. എന്തോ നല്ല കാര്യങ്ങളാണെന്ന് അറിയാമോ? വായിച്ചാലേ അത് മനസ്സിലാവത്തുള്ളൂ. അദ്ദേഹം ജീവിച്ച വിശുദ്ധി വലുതായിരുന്നു. അദ്ദേഹത്തെ ഇനി ആരും വിശുദ്ധനായിട്ടൊന്നും പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല. തെങ്ങ് മണ്ടയടച്ച ശേഷം എന്തെല്ലാം ചെയ്താലും ആ തെങ്ങ് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഉണ്ടോ? വാഴ മണ്ടയടച്ച ശേഷം എത്രയെല്ലാം വളം ഇട്ടുകൊടുത്താലും അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. എന്ന് പറഞ്ഞ പോലെ മരിച്ച ശേഷം കല്ലറയ്ക്കൽ ധൂപം കാറ്റിയാലും മെഴുകുതിരി കത്തിച്ചാലും 3 കുർബാനയോ 5 കുർബാനയോ എന്തെല്ലാം കുർബാനകൾ നടത്തിയാലും ഒരു പ്രയോജനവുമില്ല. ഏക മധ്യസ്ഥൻ യേശുക്രിസ്തു മാത്രമാണ്. ആ യേശുക്രിസ്തുവിനെ നമുക്ക് അനുധാവനം ചെയ്യുവാൻ ഇടയാകണം. നമുക്കറിയാമല്ലോ, ആ വേദപുസ്തക വാക്യമുണ്ട്. യെശയ്യാ പ്രവചനം 8:19 വാക്യം. യെശയ്യാവ് 8:19 അവിടെ ഇങ്ങനെ വായിക്കുന്നു: ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോടോ അപേ ചോദിക്കേണ്ടത്. ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോടോ ചോദിക്കേണ്ടത് കാണുവാൻ കൊണ്ട് കഴിയുന്നു. ആകയാൽ ഈ രാത്രി ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർക്കണം. നദിക്കക്കരെ എത്തുവാൻ ഒരു പാലമുണ്ട്. ആ പാലത്തിൽ കൂടെ കടന്നു പോകേണ്ടതിന് പകരം കടത്തുകാരൻ നിന്നോട് പറയുക, വാ 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 ഇതിലെ വാ, ഞാൻ കൊണ്ടിടാമെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പേര് ഇഷ്ടപ്പെടും? പാലത്തിൽ കൂടെ പോകാൻ നമ്മൾ ആഗ്രഹിക്കത്തുള്ളൂ, അല്ലേ? കടത്തു വഞ്ചിയിൽ കൂടെ പോകാൻ നമ്മൾ ഇച്ഛിക്കുന്നില്ല. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ പറയണം, യേശു കർത്താവ് ഏക മധ്യസ്ഥനാണ്. ഒരു നല്ല പാലം, പിതാവിനോട് ബന്ധിപ്പിക്കുന്ന നല്ല ഫലമായിട്ട് യേശു കർത്താവ് തീർന്നിരിക്കുകയാണ്. ആകയാൽ യേശുവിനെ അനുഗമിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. ഈ വചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനമായി തീരട്ടെ. അടുത്ത ആഴ്ച കർത്താവ് അനുവദിച്ചാൽ അടുത്ത ശനിയാഴ്ച രാത്രിയിൽ ഫ്യൂച്ചർ അപ്പിയറൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഫ്യൂച്ചർ അപ്പിയറൻസ്. നിർത്തട്ടെ ഇവിടെ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.